നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് തുടർന്ന് നോക്കാമല്ലോ. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് കർത്താവേ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവശക്തനായ പരിശുദ്ധനായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ആ ദൈവത്തെ കർത്താവേ ഞങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ കർത്താവെ അങ്ങിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം പുത്രൻ്റെ രക്തത്തിനാൽ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത് അവിടുത്തെ വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ ഒട്ടുമടക്കുന്നു. ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളെ തന്നെ കർത്താവെ ഞങ്ങളുടെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനം അതേ കർത്താവെ ഞങ്ങളിൽ ജീവനായി തീരണം. കർത്താവെ ഞങ്ങൾക്ക് അത് ആ വചനത്തിൻ്റെ ജീവനും ആത്മാവും ഞങ്ങളുടെ ആത്മാവിലേക്ക് കർത്താവെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമായി തീരണം. ഞങ്ങൾക്ക് യേശുവിനെ പോലെ ആയിത്തീരണം. കർത്താവിനോടുള്ള അധികമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് വരണം. ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും അധികമായിട്ടുള്ള കർത്താവെ അധികമായിട്ടുള്ള വലിയൊരു പ്രത്യാശയും അങ്ങനെയുള്ള സ്നേഹവും പരസ്പരമുള്ള സ്നേഹവും കർത്താവെ ആ ദിവ്യ സ്വഭാവവും എല്ലാം ഞങ്ങൾ തികഞ്ഞു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ട് നീ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ ആമീൻ. ആമീൻ. നമുക്ക് വെളിപാട് പുസ്തകം നമ്മൾ 14 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. നമുക്കറിയാം, വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന് 90 വയസ്സിൽ പ്രായമുണ്ടായിരുന്ന ആ അപ്പോസ്തലൻ, മുതിർന്ന വയസ്സിലുള്ള അപ്പോസ്തലന് ദൈവം കൊടുത്ത ഒരു വെളിപ്പാട്, യേശുവിൻ്റെ വെളിപ്പാട്, യേശു തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദർശനം നമ്മൾ വെളിപാട് 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നെ 2-3 അധ്യായങ്ങളിൽ അന്നത്തെ ഏഷ്യ മൈനറിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ തുർക്കി പ്രദേശത്തുള്ള 7 സഭകൾ, അവർക്കുള്ള ദൂതുകൾ യോഹന്നാനിലൂടെ കർത്താവ് കൊടുക്കുന്നതായിട്ടും, വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലൊരു തുറന്ന വാതിൽ കാണുന്നു. അവിടെ സ്വർഗത്തിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു രംഗമാണ് വെളിപാട് 4-ാം അധ്യായത്തിൽ കാണുന്നത്. പുത്രനെ ആരാധിക്കുന്ന രംഗം 5-ാം അധ്യായത്തിൽ കാണുന്നു. പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന മുദ്രയിടപ്പെട്ട പുസ്തകം, ഭൂമിയുടെ ആധാരം എന്ന വണ്ണമുള്ള പുസ്തകം, ഭൂമിയുടെ ന്യായവിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആ പുസ്തകം, അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാൻ യേശുവിന് മാത്രം, ജയിച്ചവനായ യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെ വെളിവാകുന്നതും, കുഞ്ഞാടാകുന്ന കർത്താവ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് വെളിപാട് 5:7 ആ പുസ്തകം വന്ന് വാങ്ങിച്ച് അങ്ങനെ ആ പുസ്തകത്തിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുന്ന 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ, 2-ാമത്തെ മുദ്രയിലെ യുദ്ധം, പിന്നെ ക്ഷാമം, പിന്നെ വലിയ ബാധകൾ കാരണമുള്ള മരണങ്ങൾ, പിന്നെ 5-ാമത്തെ മുദ്രയിലെ മഹോപദ്രവം, 6-ാമത്തെ മുദ്രയിലെ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്, 7-ാമത്തെ മുദ്രയിലാണ് ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ ക്രോധാഗ്നി മനുഷ്യരാശിക്ക് മേലെ ചൊരിയപ്പെടുന്നത്. അപ്പോൾ 6 മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യമാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത്. 7-ാമത്തെ മുദ്ര നമ്മളത് 8-ാം അധ്യായം മുതലാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ആ ഒരു രംഗം നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് കർത്താവിൻ്റെ ആ 2-ാമത്തെ വരവെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി, വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഒരു ശേഷിപ്പായ ഒരു 144,000 പേര് മുദ്രയിടുന്നൊരു കാര്യമാണ് നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിന് ആദ്യത്തെ 8 വാക്യങ്ങളിൽ കാണുന്നത്. പിന്നെ 9-ാമത്തെ വാക്യം മുതൽ, വെളിപാട് 7:9 മുതൽ അവിടെ വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനെ എതിരേൽക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നു. അതിനുശേഷം നിത്യതയോടുള്ള ഒരു ആശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ട് പിന്നെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ഒരു രംഗം നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുക. അവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അരമണിക്കൂർ മൗനം, അസാധാരണമായൊരു കാര്യം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ 7 മുദ്രകളിൽ ആദ്യത്തെ 4 മുദ്ര പൊട്ടിക്കുന്നത് നമ്മൾ 8-ാം അധ്യായത്തിൽ കാണുന്നു. 9-ാം അധ്യായത്തിൽ 5, 6 മുദ്രകൾ പൊട്ടിക്കുന്നത് കാണുന്നു. പിന്നെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് ശരിക്കും വെളിപാട് 11-ന്റെ 15-ാമത്തെ വാക്യത്തില്ല. അതിനു മുമ്പേ നമ്മൾ 10-ാം അധ്യായത്തിൽ ദൂതൻ ഈ പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. ദൂതൻ ആണയിടുന്നു, പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തതെല്ലാം നിവൃത്തിയാകുന്നുള്ള കാര്യം 6-7 വാക്യങ്ങളിൽ, വെളിപാട് 10-ന്റെ 6-7 വാക്യങ്ങളിൽ ആണയിടുന്നു. പിന്നെ ഈ പുസ്തകം യോഹന്നാനോട് ഭക്ഷിക്കാൻ പറയുന്നു. യോഹന്നാൻ ഭക്ഷിച്ച് അതിൻ്റെ മാധുര്യവും കയ്പും എല്ലാം അനുഭവിച്ച് അത് പ്രവചിക്കുന്നു. തുടർന്ന് പ്രവചിക്കുമ്പോഴാണ് 11-ാമത്തെ അധ്യായം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് കർത്താവിൻ്റെ 2-ാമത്തെ വരവൊക്കെ നമ്മൾ 6-ാമത്തെ മുദ്രയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിന് മുമ്പ് ഉള്ള 3.5 വർഷക്കാലം അവിടെ 2 സാക്ഷികൾ അവരുടെ ശുശ്രൂഷ, മോശയുടെയും എലിയാവിൻ്റെയും ശുശ്രൂഷ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷയാണ്. അവർ കർത്താവിൻ്റെ ധീരസാക്ഷികളായിട്ട് നിൽക്കുന്നതും 3.5 വർഷക്കാലം അവരുടെ ശുശ്രൂഷ കഴിയുമ്പോൾ അവരെ ഇത് ക്രിസ്തു കീഴടക്കുന്നതും അവരെ കൊല്ലുന്നതും അവരുടെ ഡെഡ് ബോഡീസ്, മൃതദേഹങ്ങൾ
3.5 വർഷക്കാലം 3.5 ദിവസം അത് യെരുശലേമിലെ തെരുവീതികളിൽ കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 11:9 നമ്മൾ കാണുന്നത്. അതിനുശേഷം പിന്നെ 15-ാമത്തെ വാക്യം മുതലാണ് 7-ാമത്തെ മുദ്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 7-ാമത്തെ മുദ്ര, 7-ാമത്തെ കാഹളം. അപ്പം ആ 7-ാമത്തെ കാഹളത്തിലാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതും. അങ്ങനെ കർത്താവിൻ്റെ രാജ്യത്വം തുടങ്ങുകയാണ്. കർത്താവ് രണ്ടാമത് വന്ന് ഭൂമിയിലെ രാജ്യത്വം 1000 വർഷക്കാലം ഒരു ഭരണം സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെളിപ്പാട് 11:15 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അതിനുശേഷം 12-ാം അധ്യായത്തിൽ അവിടെ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് ആ സ്ത്രീയുടെ സന്തതിയായിട്ടുള്ള ക്രിസ്തുവിനെ പിശാച് ഒടുക്കിക്കളയാൻ നോക്കുന്ന ഒരു കാര്യമൊക്കെയാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 3.5 വർഷക്കാലം, ഈ 2 സാക്ഷികളെക്കുറിച്ച് നമ്മൾ വായിച്ച ആ 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലം ആ മഹോപദ്രവത്തിൻ്റെ സമയത്താണ് സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്ന ഒരു സമയമാണ്. ആ 3 വർഷത്തിന് തൊട്ട് മുമ്പായിട്ടാണ് 2-ാം സ്വർഗ്ഗത്തിൽ നിന്ന് സാത്താനെ മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള ദൂതസേന വന്ന സാത്താനെയും അവൻ്റെ കൂടെയുള്ള ദുരാത്മാക്കളെയെല്ലാം ഭൂമിയിലേക്ക് തള്ളിയിടുന്നൊരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12:9 വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതിനുശേഷം സാത്താന് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അവന് അതീവ ക്രോധത്തോടെ ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ ചെല്ലുന്നു. ഇസ്രായേലിനെ ദൈവം എയർലിഫ്റ്റ് ചെയ്തെന്നവണ്ണം, ഒരു വിമാനത്തിൽ എന്നവണ്ണം, അതായത് 2 ചിറകുകളുള്ള കഴുകൻ എന്നവണ്ണമുള്ളൊരു ആലങ്കാരിക പ്രയോഗം നമ്മളവിടെ വായിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് അവിടെ 3.5 വർഷക്കാലം പോറ്റി രക്ഷിക്കുന്ന ഒരു കാര്യമാണ് 14-ാമത്തെ വാക്യം, വെളിപ്പാട് 12:14 നമ്മൾ വായിക്കുന്നത്. ബാക്കിയുള്ള ഇസ്രായേലിൻ്റെ ഈ സ്ത്രീയുടെ ബാക്കിയുള്ള സന്തതികൾ എന്ന് പറയുമ്പോൾ സഭയെ പീഡിപ്പിക്കാനായിട്ട് സാത്താൻ ക്രോധാഗ്നിയോടെ തിരിയുന്ന ഒരു കാര്യമാണ് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ 13-ാം അധ്യായത്തിൽ നമ്മൾ 2 മൃഗങ്ങൾ, ബീസ് നമ്പർ 1, ബീസ് നമ്പർ 2. 1-ാമത്തെ മൃഗം എതിർ ക്രിസ്തു, 2-ാമത്തെ മൃഗം കള്ളപ്രവാചകൻ. ആ എതിർ ക്രിസ്തു അവന് കരയിൽ നിന്ന് കയറി വരുന്നു. അപ്പോൾ അവൻ സമുദ്രത്തിൽ നിന്ന്, എതിർ ക്രിസ്തു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ജാതികളിൽ നിന്ന് അവൻ യഹൂദനല്ലാത്ത ഒരാളായിരിക്കണം എതിർ ക്രിസ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ അതിൽ നിന്നൊരു സൂചന കാണുന്നു. പിന്നെ അവന് 10 കൊമ്പുകൾ കാണുന്നു, എന്നാൽ കള്ളപ്രവാചകന് 2 കൊമ്പുകൾ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവന് കരയിൽ നിന്ന് കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായിട്ട് കാണുന്നു. അത് ഭൂമി എന്ന് പറയുന്നത് ഇസ്രായേൽ ദേശത്തെ സൂചിപ്പിക്കുന്നതായിട്ട്, സമുദ്രം എന്ന് പറയുന്നത് ജാതികളെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. വെളിപ്പാട് 17:15 ആ വെള്ളങ്ങൾ ജാതികളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് അവനൊരു ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഈ കള്ളപ്രവാചകൻ അത് മതപരിവേഷമുള്ള ഒരു യഹൂദനായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കള്ളപ്രവാചകനാണ് എതിർ ക്രിസ്തുവിൻ്റെ ഒരു ബിംബം ഉണ്ടാക്കി അതിനെ ആരാധിക്കാനായിട്ട് ഭൂവാസികളെയെല്ലാം ആഹ്വാനം ചെയ്യുന്നതും, അങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയോ അവൻ്റെ പേരിൻ്റെ മുദ്രയോ സംഖ്യയുടെ മുദ്രയോ ഒന്നും വലങ്കൈമേലോ നെറ്റിമേലോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനും പറ്റാതെ വണ്ണം ആക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. അതായത് അവിടെ നെറ്റിയിലോ വലങ്കയിലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ, മൃഗത്തിൻ്റെ പേരോ 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ ആർക്കും വാങ്ങാനോ കൊടുക്കാനോ പറ്റാത്തൊരു കാര്യം. അപ്പോൾ എക്സാക്ട്ലി ആ മുദ്ര എന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്കത് കാര്യങ്ങൾ വെളിപ്പെടുന്നത്. എന്നാൽ അത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ എതിർ ക്രിസ്തുവിന് ഒരു ഫോളോവർ ആകാം എന്നുള്ളൊരു ഓപ്ഷൻ എതിർ ക്രിസ്തു കൊടുക്കുമ്പോൾ, എന്നാൽ നമ്മൾ 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ഫോളോവേഴ്സ് അവർ നെറ്റിമേൽ മുദ്രയുള്ളവരായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നെറ്റിമേൽ കർത്താവിൻ്റെ നാമം എഴുതിയിട്ടുള്ളവരായിട്ടാണ്. അവിടെ കർത്താവ് ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ വെടിഞ്ഞ് അവന് കർത്താവിൻ്റെ ഒരു പരസ്യസാക്ഷിയായിട്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ സാക്ഷ്യം അവൻ എല്ലായിടത്തും അവന് യേശുവിൻ്റെ സാക്ഷിയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ വെളിപ്പാട് 13-ന്റെ അവസാനത്തെ വാക്യം 666 എന്നുള്ളൊരു സംഖ്യയൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അത് പേരിൻ്റെ സംഖ്യയാണെന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഗ്രീക്കിലെ ഓരോ ലെറ്റേഴ്സിനും, ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം എഴുതിയിരിക്കുന്നത്, അപ്പം ഒറിജിനലായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പം ഗ്രീക്കിലെ ഓരോ ലെറ്റേഴ്സിനും ഓരോ സംഖ്യയുണ്ട്. അപ്പം യേശുവിൻ്റെ പേര്
അത് നമ്മൾ അന്തിമവിജയം പുസ്തകം സൈക്ലോൻ്റെ അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പോർഷനിൽ വായിച്ചു. അത് ഗ്രീക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ലെറ്റേഴ്സ് ഓരോന്ന് കൂട്ടി നോക്കുമ്പോൾ 888 കിട്ടുന്നത് പോലെ അന്ന് ക്രിസ്തു വെളിപ്പെടുന്ന ഒരു സമയത്ത് അവൻ്റെ പേര് നമ്മൾ അതുപോലെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയാൽ അവൻ്റെ പേരിൻ്റെ സംഖ്യ 666 കൂട്ടിയാൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ 666 എന്നുള്ള ആ ഒരു കാര്യവും ലൂസിഫർ, സീറ്റൻ വർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഒരു കോൺട്രാസ്റ്റായിട്ട് 14-ാം അധ്യായത്തിൽ 14:1 നമ്മളിപ്പം അവിടെ സിയോൻ മലമുകളിൽ കുഞ്ഞാടും 144,000 പേര് നിൽക്കുന്ന ഒരു കാര്യമൊക്കെ കാണുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ 12-ന്റെ അവസാനത്തെ വാക്യമാണ് ഈ മഹാസർപ്പം, അതായത് പിശാച് കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നതായിട്ട് അവൻ മണലിന്മേൽ നിൽക്കുക ചെയ്യുന്നത്. അവനെപ്പോഴും സിങ്കിങ് സാൻഡ്, എപ്പോഴായി മണൽ താണടിഞ്ഞ് പോയി അവൻ ന്യായവിധിയിലേക്ക് പോകുന്നതെന്നുള്ള കാര്യം സമയത്തിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. അത് മണലിന്മേലുള്ള ഒരു അസ്ഥിരമായ നിൽപ്പാണ് പിശാചിനുള്ളത്. എന്നാൽ കുഞ്ഞാടിനും കുഞ്ഞാടിൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പാറമേൽ, അവർ സിയോൻ മലമുകളിൽ നിൽക്കുകയാണ്. അവർ പാറമേൽ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്മേൽ നിൽക്കുന്ന 144,000 പേരെയാണ് നമ്മളവിടെ 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന ആ ഒരു കോൺട്രാസ്റ്റ്. നമ്മൾ പാറമേൽ നിൽക്കുമ്പോൾ പിശാചിൻ്റെ അനുയായികളും മണലിന്മേൽ, കർത്താവിനെ പറഞ്ഞു മണലിന്മേൽ വീട് പണിയുന്നവർ അവർ, എന്നാൽ മണൽ ആഴെ കുഴിച്ച് നമ്മളുടെ സ്വന്തം ഹിതമാകുന്ന പാറയും പൊളിച്ച് ക്രിസ്തു ആകുന്ന യുഗങ്ങളുടെ പാറമേൽ നമ്മളുടെ വീട് പണിയണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ആ യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൽ ചെയ്യുമ്പോൾ അത് നിത്യതയോളം നിലനിൽക്കുന്ന കാര്യമായി തീരും. കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പം നമ്മൾ കണ്ടു 144,000 പേര്. ഇപ്പം നമ്മൾ 7-ാം അധ്യായത്തിലൊരു 144,000 പേര് മുദ്രയിടുന്നത് യഹൂദന്മാരെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അത് അവരല്ല ഈ കൂട്ടരെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ അത് ആ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ അത് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളൊരു 144,000 പേരുടെ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അത് അന്ത്യകാലത്ത് ന്യായവിധിക്ക് മുമ്പായിട്ട് അവരെ അവിടെ മുദ്രയിടുന്നു. ഇത് വേറൊരു സെറ്റ് 144,000 പേരാണ്, അല്ലെങ്കിൽ 1,44,000 പേരാണ്. അവർ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ പിൻഗമിച്ചവരായിരുന്നു. അപ്പോൾ എല്ലാ വിശ്വാസികളും അവിടെ കാണുമെന്ന് ചോദിച്ചാൽ അവിടെ കാണുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നതെന്ന് വെച്ചാൽ എന്താ, വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എണ്ണിക്കൂടാത്തൊരു പുരുഷാരത്തെ നമ്മൾ കണ്ടു. ഇവിടെ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള, എണ്ണുവാൻ പറ്റുന്ന ഒരു ചെറിയ സംഖ്യ, ഒരു 144,000 എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് തോന്നിയെന്നാൽ കോടാനുകൂടി ജനങ്ങളെ, എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരിക്കുന്ന ഈ ഭൂമുഖത്ത് 144,000 പേര് എന്നുള്ളൊരു ചെറിയ സംഖ്യ, അതായത് അക്ഷരികമായ സംഖ്യ ആയിരിക്കണമെന്നില്ല, എന്നാൽ ഒരു ചെറിയ സംഖ്യയാണ് കർത്താവിനെ പൂർണ്ണമായിട്ടും പിൻപറ്റിയവരായിട്ട് നമ്മളവിടെ നിത്യതയിൽ വെളിപ്പെടുന്നത്. അവർ നമ്മളതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടി നെറ്റിയിൽ അവൻ്റെ നാമവും, നെറ്റിയിലാണ്, അവിടെ വലങ്കയിലോ നെറ്റിയിലോ കുഞ്ഞാടിൻ്റെ നാമവും നമ്മൾ വായിക്കുന്നില്ല. നെറ്റിയിൽ പബ്ലിക് ഫോളോവേഴ്സ്, കുഞ്ഞാടിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്തവർ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കർത്താവിന് പരസ്യസാക്ഷികളായിരിക്കണം. നമ്മുടെ ജഡത്തിൽ പല എതിർപ്പുകളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജഡത്തിൽ, നമ്മുടെ സ്വയത്തിൽ കർത്താവിനെ കുറിച്ചൊരു ലജ്ജ തോന്നാനൊരു പ്രലോഭനം പിശാച് കൊണ്ടുവരും. അയ്യോ, നമ്മളിപ്പം പ്രാർത്ഥനയെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുന്നത് ബാക്കിയുള്ളവർ നമ്മളെ കളിയാക്കൂ, ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് പോകേണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ഫംഗ്ഷന് വരാൻ പറ്റാഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ചേർച്ച് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്ന ഫംഗ്ഷന് വരാൻ പറ്റാതെ. അപ്പോൾ അവിടെ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ, അയ്യോ ഞാൻ ചേർച്ച് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെന്നെ കളിയാക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട്, ഞാൻ യേശുവിനെ പിൻപറ്റുന്ന ഒരാളായതുകൊണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിഗാമി ആയിരിക്കുന്നത് കൊണ്ടാണ്, ഞാൻ ബൈബിൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്ന കാര്യത്തിൽ സൈൻ ചെയ്യാൻ പറ്റാത്ത, ഇന്ന തെറ്റായ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് വേറെ ചില കള്ള സർട്ടിഫിക്കറ്റ് തരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും നമുക്ക് പല നിലപാടെടുക്കേണ്ടി വരുമ്പോൾ, അപ്പം അവിടെ യേശുവിനെ കുറിച്ച് ലജ്ജിക്കാതെ കർത്താവിൻ്റെ സാക്ഷികളാണെന്നുള്ള കാര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെയും ജോലിയുടെയും ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ ശരിയാണ്, നമുക്ക് നിന്ന് സഹിക്കേണ്ടി വരും. പലരും നമ്മളെ കളിയാക്കുമായിരിക്കും, ഒറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ ആ മത്തായി 10-ാം അധ്യായത്തിലെ, മർക്കോസ് 8-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് ലജ്ജിക്കുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ ഏറ്റു പറയുന്നില്ല, എന്നെ നിങ്ങൾ തള്ളി പറയുകയാണെങ്കിൽ
പിതാവിൻ്റെയും ദൂതന്മാരുടെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. എന്നാൽ എന്ന് നിങ്ങൾ ഏറ്റു പറയുവാണെങ്കിൽ ഞാനും അന്നാളിൽ ഏറ്റു പറയും. അന്ന് കർത്താവ് നമ്മളെ ഏറ്റു പറയുന്ന ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ പ്രിയദാസൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ച് എൻ്റെ മകനാണ്, മകളാണ്, എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് അന്ന് യേശു അന്ന് ഏറ്റു പറയുന്ന ആ ഒരു മാനമാണ്. അതാണ് കർത്താവിനെ, എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ എനിക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് നമ്മൾക്ക് നിത്യതയിലുള്ള വലിയ സന്തോഷം. അല്ലാതെ ഇന്ന് ലോകത്തിലെ ആൾക്കാർ നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലോ ഒന്നും അത് വലിയ കാര്യമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ലോകത്തിലെ ആൾക്കാർ ദേ ആർ നോട്ട് ദ ജഡ്ജസ്. ഇപ്പം ഒരു പരീക്ഷയുടെ ആൻസർ പേപ്പർ ബാക്കിയുള്ള കുട്ടികളൊക്കെ പല രീതിയിൽ ഉത്തരങ്ങൾ പറയുമായിരിക്കും, അത് തെറ്റാ ഇത് തെറ്റാന്നൊക്കെ. പക്ഷേ ടീച്ചറാണ് എക്സാം ചെയ്യുന്നത്. ടീച്ചർ പറയണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. പറയുന്ന പോലെ കർത്താവാണ് നമ്മളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ 10 പേര് 10 അഭിപ്രായം പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്താനോ ഒക്കെ കാണാം. പക്ഷേ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും, കർത്താവ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് സന്തോഷിക്കുന്നുണ്ടോ, അഭിമാനിക്കുന്നുണ്ടോ, കർത്താവിനെക്കുറിച്ച് എനിക്ക് ആരുടെയെങ്കിലും മുമ്പിൽ ഒരു ലജ്ജ, നമ്മൾ കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സഭയെക്കുറിച്ച്, കർത്താവിൻ്റെ സത്യങ്ങളെക്കുറിച്ച്, ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ എവിടെയെങ്കിലും നമുക്കൊരു ലജ്ജയോ മാനക്കുറവോ അല്ലെങ്കിൽ നമുക്കൊരു ജാള്യതയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവേ എൻ്റെ ജഡത്തിൽ ഈ ഒരു കുറവുകളുണ്ട്, എന്നെ ശക്തനാക്കണം, അങ്ങയുടെ നാമം ശക്തിയോടെ ധൈര്യത്തോടെ പറയാൻ. ഈവൻ ശിഷ്യന്മാർ പോലും, ഈവൻ അപ്പോസ്തലന്മാർ അവരെല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റിയവരാണെങ്കിൽ പോലും അവർക്കും ഈവൻ പത്രോസ് തന്നെ തള്ളിപ്പറയുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പത്രോസ് മാനസാന്തരപ്പെട്ടു. പിന്നെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നു, പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നു, അവർ ധീരസാക്ഷികളാകുന്നു. അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും പല എതിർപ്പുകളും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുവാണ്. പല പ്രതിസന്ധികളും പല പീഡനങ്ങളും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ 4-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്കറിയാം. 4-ാം അധ്യായത്തിൽ വീണ്ടും അവർ 23-ാമത്തെ വാക്യം മുതൽ അവിടെ യോഹന്നാനെയും പത്രോസിനെയൊക്കെ അവർ തടലിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും പത്രോസും യോഹന്നാനും ഒക്കെ കർത്താവിൻ്റെ ധീരസാക്ഷികളായിട്ട് യഹൂദന്മാരുടെ മുമ്പാകെ, കൗൺസിലിന് മുമ്പാകെ അവർ വലിയ നിലപാടെടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ ഏറ്റു പറയുന്നതും അവർ ചാട്ടവാറടി വാങ്ങിക്കുന്നതും ഒക്കെ നമ്മൾ ഈവൻ അപ്പോസ്തലപ്രവൃത്തി 5:40 അവരെ അടുപ്പിക്കുന്ന കാര്യമൊക്കെ അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഫ്ലോഗ്ഡ് ദം. അപ്പം ഇങ്ങനെ അതുപോലെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ അടികളൊക്കെ അവർക്ക് കൊടുത്തു. ഈവൻ അപ്പോസ്തലപ്രവൃത്തി 4:23 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ. അവർ വീണ്ടും പല പ്രതിസന്ധികളുടെയും നടുവിൽ വീണ്ടും അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം എന്താ പറ്റുന്നേ, അവിടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം തന്നെ കുലുങ്ങത്തക്ക വണ്ണം അവർ ആത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരുടെ പ്രാർത്ഥന അതായിരുന്നു. 29-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, പല ഭീഷണികൾ, ഞങ്ങൾ ഇന്നതാക്കി കളയും, അതാക്കി കളയും, ഇന്നത് ചെയ്യും, അത് ചെയ്യും എന്നൊക്കെ വലിയ ദേഷ്യത്തോടെയുള്ള പറച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ശരിയാണ്. നമ്മൾ ജഡത്തിലുള്ളവരാ, പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യണ്ടേ, പക്ഷേ കർത്താവേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല, ഒന്നും അറിയത്തുമില്ല, ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്കാണെന്ന് നമ്മൾ 2 ദിനവൃത്താന്തം 20-12 വാക്യത്തിൽ യഹോശഫത്ത് പറയുന്നത് പോലെ, 2 ദിനവൃത്താന്തം 20-12 വാക്യം നിങ്ങൾക്ക് മിക്കവർക്കും പരിചിതമായിട്ടുള്ള വാക്യങ്ങളായിരിക്കും. യഹോശഫത്ത് പറയുന്നത് പോലെ, വി ആർ പവർലെസ്, വി ഡു നോട്ട് നോ വാട്ട് ടു ഡു against this great multitude but our eyes are on you. ഞങ്ങൾക്ക് കർത്താവെ അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലാണ്, വിശ്വാസനായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിലാണ് നമ്മുടെ കണ്ണുകൾ. അപ്പം അതുപോലെ ഇവർ പറയുന്നത് ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ 30-ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 4:30 സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതായത് വചനം എങ്ങനെങ്കിലും പ്രസംഗിച്ചാൽ പോരാ, ധൈര്യത്തോടെയും പ്രസംഗിച്ചാൽ പോരാ, പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ കർത്താവ്, പൂർണ്ണ ധൈര്യത്തോടെ, ചെറിയൊരു ഭയം പോലും വേണ്ട, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. 1 യോഹന്നാൻ 4:18 കർത്താവ് നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര തന്നിരിക്കുന്നത്. 2 തിമോത്തിയോസ് 1:7 വാക്യം. അപ്പം
പൂർണ്ണ ധൈര്യത്തോടെ അവിടുത്തെ വചനം പ്രസ്താവിക്കുവാനും നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. 31-ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദേ ബിഗാൻ ടു സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് ബോൾഡ്നെസ്. പരേസ്യ എന്നുള്ള വാക്ക്, അതേ വാക്ക് തന്നെ 1 യോഹന്നാൻ 2:28 കർത്താവ് വരുന്ന നാളിൽ നിങ്ങൾ ധൈര്യം ഉണ്ടാകേണ്ടതിന് എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ പരേസ്യ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് ബോൾഡ്നെസ്. ആ ബോൾഡ്നെസ്, ധൈര്യം, അല്ലെങ്കിൽ ഫിയർലെസ് കോൺഫിഡൻസ്, അത് എസ്പെഷ്യലി സംസാരിക്കുവാനുള്ള ഒരു ധൈര്യം. നമ്മൾക്ക് ധൈര്യമില്ലാതെ വരുമ്പോൾ നാവ് ഇറങ്ങിപ്പോവും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ധൈര്യം വരുമ്പോൾ നമുക്ക് സംസാരിക്കുവാൻ കർത്താവ് വരുന്ന നാളിൽ നമ്മൾ ധൈര്യത്തോടെ ആയിരിക്കണമെങ്കിൽ ഇന്നും നമ്മൾ ഇവിടെയും കർത്താവിനെ കുറിച്ച് ധൈര്യത്തോടെ, നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പന്നികളുടെയും നായ്ക്കളുടെ ഇടയിൽ മുത്തുകളെ കൊടുക്കരുത്. മത്തായി 7:5 കർത്താവ് പറയുന്നുണ്ട്. പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വാല്യൂ ചെയ്യാത്ത ഇടങ്ങളിൽ പോയി അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യമല്ല പറയുന്നത്. എന്നാൽ ജ്ഞാനത്തോടെ ദൈവം തരുന്ന അവസരങ്ങളിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് ലജ്ജയില്ലാതെ ധൈര്യമുള്ള സാക്ഷികളാകുവാൻ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ജഡത്തിൽ നമ്മളെല്ലാവരും ഭീരുക്കളാണ്. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാൻ 15:5 വാക്യം നമ്മളെപ്പോഴും പറയുന്ന വാക്യമാണല്ലോ. എന്ന് കർത്താവ് നമ്മളെ ശക്തനാക്കുമ്പോൾ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനും, ഫിലിപ്പിയർ 4:13. അപ്പം നമ്മൾ കർത്താവെ എന്നിൽ തന്നെ എനിക്കൊരു ധൈര്യമോ ശക്തിയോ ഒന്നുമില്ല, ഇനിയും ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ് വരാൻ പോകുന്നത്, നമ്മുടെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. പക്ഷേ കർത്താവെ ഒന്നും അറിയുന്നു, എല്ലാത്തിനും ചുക്കാൻ അങ്ങയുടെ കയ്യിലാണ്. കർത്താവെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ധൈര്യത്താൽ എന്നെ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ധൈര്യത്തോടെ കർത്താവെ എവിടെയും അവിടുത്തെ നാമത്തെക്കുറിച്ച് ലജ്ജിക്കാതെ കർത്താവ് സാക്ഷികളായിരിക്കാൻ, നെറ്റിയിൽ എടുത്ത നാമം ഉണ്ടായിരിക്കാൻ തക്കവണ്ണം നമ്മൾ ആ വെളിപാട് 22-3-4 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. അവിടെ ആ നിത്യതയിൽ ആ നെറ്റിയിൽ നാമമുള്ളവർ ആ കർത്താവിനെ കണ്ട് ആരാധിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. ആ ബോൺ സെർവൻസ്, ബോൺ സ്ലീവ്സ് ആണ്, ഡൂളോസ്, അടിമദാസന്മാരാണ് കർത്താവിനെ ആരാധിക്കുന്നത്. അവിടെ 144,000 പേരല്ലാതെ വേറെ ഒരുപാട് ഈ 144,000 പേരാണ് ജയാളികളായിട്ടുള്ളൊരു കാന്തയായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. ജയിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ സിംഹാസനം ഇരിക്കുവാൻ വരം നൽകും, വെളിപാട് 3:21. എന്ന് കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ട അനേകരുണ്ട്. 30 മേനി 60 മേനിയും ഫലം കായ്ച്ചവരുണ്ട്. എന്നാൽ 100 മേനി ഫലം കായ്ച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വന്ന് ഈ കാന്തയായിട്ട് മാറുന്നവർക്കാണ് കർത്താവിനോടുള്ള ഏറ്റവും അടുത്തൊരു ആക്സസ് അവർക്കാണ് ഉള്ളത്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈവൻ വെളിപാട് 22:3 നമ്മളെന്താ വായിച്ചേ? അതായത് അവസാനത്തെ അധ്യായം, വെളിപാട് അവസാനത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന് മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. അവർ മുഖം കണ്ടുകൊണ്ടേയിരിക്കുമ്പം ആ മുഖം തന്നെ നെറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറയത്തക്കുള്ളൊരു ആത്മീയ ആലങ്കാരിക ഭാഷയിൽ അങ്ങനെ നമുക്ക് പറയാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ ആത്മാവിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ നാമം നമ്മുടെ നെറ്റിമേൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയും ഒക്കെ നമ്മളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഞായറാഴ്ച കേട്ടതുപോലെ കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയും, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ക്ഷമ, കർത്താവിൻ്റെ കാർക്കശ്യം, കർത്താവിൻ്റെ തീക്ഷ്ണത, കർത്താവിൻ്റെ നിർഭയത്വം, ആ ഒരു വലിയ സ്വാതന്ത്ര്യം, അതെല്ലാം നമ്മളിൽ അധികമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ കണ്ട്. പിതാവിൻ്റെ നാമം എഴുതിയിരിക്കുന്നു. 144,000 പേര് നിൽക്കുന്നതും കണ്ടു. അവർ സിയോൻ മല മുകളിലാണ് നിൽക്കുന്നത്. അവർ ഇപ്പം സിയോൻ മല എന്ന് പറയുന്നത് അതൊരു പുത്തൻ യെരുശലേമിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ സിയോൻ മലയെ കാണുന്നത്. സിയോൻ മല എന്ന് പറഞ്ഞാൽ ആക്ഷരികമായിട്ടുള്ളൊരു മല, ഒരു മൗണ്ട് സയാൻ അവിടെ യെരുശലേമിന് വെളിയിലായിട്ട് ഉള്ളതായിട്ട്, അത് ജിയോഗ്രഫിക്കലി അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് അങ്ങനെ ഒരു മലയുണ്ട്. എന്നാൽ ഈ സിയോൻ മല എന്നുള്ളത് ഇസ്രായേലിനെ കുറിക്കുന്നതായിട്ടും ആയിട്ടൊക്കെ പല ഇടങ്ങളിൽ സിയോൻ എന്നുള്ള വാക്ക് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പം ഈ സിയോൻ എന്ന് പറയുന്നത് അത് സ്വർഗീയ യെരുശലേം, പുത്തൻ യെരുശലേം ആകുന്ന ആ ഒരു സഭയെ കുറിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ സിയോൻ മലയെ കാണുന്നത്. സിയോൻ മല അത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പിക്ചറായിട്ട് നമ്മൾ കാണുമ്പം ഇങ്ങനെ, അതായത് നമ്മൾ ക്രിസ്തീയ ജീവിതം തുടക്കത്തിൽ ഈ സിയോൻ മലയുടെ അടിവാരത്തു നിന്നൊരു മുകളിലേക്കുള്ളൊരു കയറ്റ് വന്നിരിക്കട്ടെ,
നമ്മളെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മുകളിലേക്കുള്ള വിളി, അപ്വേർഡ് കോൾ, പരമവിളി എന്നാണ് മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇംഗ്ലീഷിലെ അപ്വേർഡ് കോൾ, അതിൻ്റെ ഗ്രീക്ക് വാക്കും കൂടെ നമുക്ക് നോക്കാം. അത് ശരിക്കും അത് ഉന്നത വിളി എന്നാൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ. എന്ന് വെച്ചാൽ ഉന്നതത്തിലേക്കുള്ളൊരു വിളിയാണ്, സ്വർഗീയ വിളി. ഫിലിപ്പിയർ 3-ന്റെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ പരമവിളി, ആ അപ്വേർഡ് കോൾ, പരമവിളി, ആനോ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആനോ എന്ന് പറഞ്ഞാൽ അപ്വേർഡ്, എബവ്, ഓൺ ഹൈ. അപ്പം പരമ എന്നുള്ളതിനെക്കാട്ടിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഉന്നതമായ വിളി. അപ്പോൾ ഉയരത്തിലേക്കുള്ളൊരു വിളിയാണ് ഈ ക്രിസ്തീയ ജീവിതത്തിലുള്ള വിളി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അതാ അവിടെ വായിക്കുന്നത് എന്താ, 14-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. ദൈവം യേശുവിൽ ഉയരത്തിലേക്ക് എന്നെ വിളിക്കുക, അതിന് ഒരു വിരുദ്ധനായിട്ടൊരു പ്രൈസ് ഉണ്ട്. അത് ഈ യേശുവിനെ അറിയുന്നതാണ് പ്രൈസ്. യേശു തന്നെയാണ് ആ പ്രൈസ്. അത് ലാക്കിലേക്ക്, അതിൻ്റെ ലക്ഷ്യം യേശു തന്നെയാണ്. ഈ ലക്ഷ്യം യേശുവിനെ പോലെ ആവുക, യേശുവിലേക്ക് അടുത്ത് വരുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് നമ്മൾ ഓടുന്നു. അപ്പം നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ കർത്താവ് ഈ ഉയരത്തിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള വിളിച്ചത് തത്തവണ്ണം നമ്മൾ വിശ്വസ്തരാകുമ്പോൾ നമ്മൾ ഒരു മലയുടെ പടവുകൾ കയറുന്നത് പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവിതാന്ത്യത്തിൽ നമ്മൾ ഈ മലയുടെ എവിടെ എത്തി, മുകളിലങ്ങ് എത്തിപ്പെട്ടോ, അതോ നമ്മളൊരു 30% കവർ ചെയ്തുള്ളൂ, 60% കവർ ചെയ്തുള്ളൂ, അതോ നമ്മളങ്ങ് 100% കവർ ചെയ്ത് വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതി എന്ന് 2 തിമോഥെയോസ് 4:7 പൗലോസ് പറയുമ്പോൾ, പൗലോസ് ഇവിടെ സിയോൻ മലയുടെ മുകളിലങ്ങ് എത്തി. അതാ ഓട്ടം തികച്ചു എന്ന് പറയുന്നത്. മൗണ്ടനിയറിങ് അങ്ങ് തികച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് അത്ര ആ ഒരു വിശ്വാസത്തിന് നിലനിന്നു. എന്നാൽ ഒരു പൂർണ്ണ ഹൃദയത്തോടുള്ളൊരു കർത്താവിനെ പിൻപറ്റാതെ ലോകത്തിന് വേണ്ടിയും ജഡത്തിന് വേണ്ടിയൊക്കെ അങ്ങ് പല കാര്യങ്ങളൊക്കെ അങ്ങ് ജീവിച്ചു. എന്നാൽ ഇടയ്ക്ക് അങ്ങ് മാനസാന്തരപ്പെട്ട്, എന്തായാലും അങ്ങ് അവസാനം വരെയും മാനസാന്തരപ്പെട്ടു, വീണ്ടും എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ട എന്നാൽ ഒരു പൂർണ്ണ ഹൃദയത്തോടുള്ളൊരു സമർപ്പണം ഇല്ലാതെ ആയിരുന്ന പലരും 30 മേനി ഫലം കായ്ക്കുന്നവരായിട്ട്, 60 മേനി ഫലം കായ്ക്കുന്നവരായിട്ടും ഒക്കെ പലതും പുല്ലും മരവും വൈക്കോലും ഒക്കെ കത്തി നശിച്ചു പോകുന്നതിന് നഷ്ടം സഹിച്ചു. എന്നാൽ അവരങ്ങ് അക്കരയ്ക്ക് എത്തുന്ന കാര്യമൊക്കെ നമ്മളവിടെ 1 കൊരിന്ത്യർ 3 വായിക്കുന്നത് പോലെ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പം അവർ സിയോൻ മലയുടെ മുകളിലങ്ങ് എത്തിയില്ല. 140,000 പേര് ആ മുകളിലെത്തിയവർ, ഏറ്റവും അങ്ങ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എത്തിയവർ. മറ്റവർ പ്രാകാരത്തിൽ വിശുദ്ധ സ്ഥലത്തൊക്കെ നിൽക്കുന്നതെന്ന് 30 മേനി 60 മേനി ആ ഒരു ലെവലിൽ നിൽക്കുന്ന അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കുറവുകളോ വീഴ്ചകളോ ഒന്നും ഇല്ലാത്തവരല്ല. എന്നാൽ എന്തെല്ലാം വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിലും നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി കർത്താവിൻ്റെ ആത്മാവിനെ നിറഞ്ഞ് കർത്താവെ പൂർണ്ണതയോടെ എനിക്ക് സമ്പൂർണ്ണമായിട്ട് അങ്ങേ അനുസരിക്കണം, സമ്പൂർണ്ണമായിട്ട് അങ്ങേ പിൻപറ്റണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ സഹായിക്കണേ എന്നുള്ളൊരു തേങ്ങൽ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളവിടെ 144 പേരുടെ കൂട്ടത്തിൽ കാണും. എന്നാൽ നമ്മൾ ഒക്കെ ശരിയൊക്കെ, എന്നാൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയൊക്കെ അങ്ങ് ജീവിക്കണം, എന്താ കർത്താവിനെ വിട്ട് കളയാനും പറ്റത്തില്ല. അങ്ങനെ ഒരു പാതി ലോകത്തിനും പാതി കർത്താവിനും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഷ്ടിച്ച് മുഷ്ടിച്ച് നമ്മളങ്ങ് ഒപ്പിച്ചൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ വിശ്വാസത്തിൽ തന്നെ വീണുപോയി, വഞ്ചിക്കപ്പെട്ട് വിശ്വാസത്തിൽ തന്നെ വീണുപോകുന്ന തരത്തിലേക്ക് വരെ പോകാം. അങ്ങനെ എത്രയോ പേര് വിശ്വാസത്തിൽ നിന്ന് വീണുപോയി, അങ്ങനെ രക്ഷയിൽ നിന്ന് തന്നെ വീണുപോകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്യാഗം സംഭവിക്കുന്നു. 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റസി, അധർമ്മമൂർത്തി വെളിപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ വിശ്വാസത്യാഗമൊക്കെ സംഭവിക്കുന്നു. അതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ വിശ്വാസത്തേക്ക് വീണുപോകുന്ന തരത്തിലേക്ക് വരാം. അങ്ങനെയൊക്കെ അയലപ്പുറത്ത് തേങ്ങയായിട്ട് നിൽക്കുന്നവർ. എന്നാൽ വേറെ പലരും അവരങ്ങ് നിൽക്കുന്നു. പക്ഷേ എങ്കിലും അവരൊരു ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരാതെ അങ്ങനെ അങ്ങ് നിൽക്കുമ്പോൾ അവരങ്ങ് ഒരു പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുന്നു. അവരങ്ങ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അങ്ങ് എത്തുന്നില്ല. തിരശ്ശീലയും ചീന്തി, ജഡമാകുന്ന തിരശ്ശീല, സ്വയമാകുന്ന തിരശ്ശീല ചീന്തി അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കർത്താവിൻ്റെ ആ ഒരു ദിവസഭാവത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് അവരങ്ങ് വരാതെ അവർ അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളാരും പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഉള്ള വെളിച്ചത്തിൽ നമുക്ക് ബാക്കി പല പല സഹോദരങ്ങളെ അപേക്ഷിച്ച് നമുക്ക് അത്ര വലിയ വെളിച്ചമൊന്നും കാണത്തില്ല. എന്നാൽ നമുക്കുള്ള വെളിച്ചത്തിൽ പരിപൂർണമായിട്ടും വിശ്വസ്തരാവാൻ തക്കവണ്ണം എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചാലും അവിടെ നിന്ന് ന്യായീകരിക്കാതെ കർത്താവേ പൂർണ്ണതയോടെ അങ്ങ് എനിക്ക് സ്നേഹിക്കണം, പിൻപറ്റണം,
എന്നുള്ളൊരു ദാഹത്തോടെ നമ്മൾ ഇഫ് യു പ്രസ് ഓൺ ടു ദാറ്റ് പെർഫെക്ഷൻ, നമ്മൾ ആ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടേയിരുന്നാൽ, ഇബ്രാഹിം 6:1-2 വാക്യത്തിൽ പറയുന്നത് പോലെ ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് ആഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ആ 144 പേരുടെ കൂട്ടത്തിൽ നമ്മളും കാണപ്പെടുവാനെന്നിടയാകും. പിന്നെ രണ്ടാമത്തെ വാക്യം 2-3 പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയ ഒരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. സ്വർഗീയ യെരൂശലേമിന്റെ മറ്റൊരു പേരാണ് സിയോൻ പർവ്വതം. സ്വർഗീയ യെരൂശലേമിന്റെ നാമം അവരുടെ മേലാണ് എഴുതിയിരുന്നതെന്ന് വെളിപ്പാട് 3:12 നാം വായിക്കുന്നു. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. കർത്താവ് തുടർന്ന് പറയുന്നു, എന്റെ ദൈവത്തിന്റെ നാമവും, ഏത് പിതാവിന്റെ നാമവും, എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും, എന്റെ പുതിയ നാമവും, ഏത് കുഞ്ഞാടിന്റെ നാമം ഞാൻ അവരുടെ മേൽ എഴുതും. പിതാവിന്റെ നാമവും കുഞ്ഞാടിന്റെ നാമവും പുതിയ യെരൂശലേമിന്റെ നാമവും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് വെളിപ്പാട് 14 പറഞ്ഞിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിൽ, അതായത് സ്വർഗീയ യെരൂശലേമിൽ 144,000 പേർ നിൽക്കുന്നു. അവരുടെ നെറ്റിമേൽ പിതാവിന്റെയും കുഞ്ഞാടിന്റെയും നാമം എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തിനോട് താരതമ്യം ചെയ്ത് പഠിച്ചാൽ എല്ലാം വ്യക്തമാകും. ഇവരാണ് ജയാളികൾ, അതായത് ക്രിസ്തുവിന്റെ കാന്ത. ഇവർ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും സ്വർഗത്തിനുള്ളവരാണ്. ഈ ജയാളികൾ സിംഹാസനത്തിന് മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരുന്നവർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് മറ്റാർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിയാതിരുന്നത്? മറ്റുള്ളവർക്ക് സംഗീതാഭിരുചി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, സംഗീത വാസനയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. സ്വർഗീയ മനസ്സുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ പ്രസക്തം. സംഗീതത്തോട് ആഭിമുഖ്യമുള്ള ധാരാളം പേർ പിശാചിന്റെ പാളയത്തിലും ഉണ്ടല്ലോ. സ്വർഗത്തിലെ പാട്ട് സ്തുതിയും ആരാധനയും സന്തോഷവും നിറഞ്ഞതാണ്. പിതാവിന്റെ സന്നിധിയിൽ ആനന്ദ നിർവൃതിയുണ്ട്. എന്നാൽ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്ന 144,000 പേർ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ സ്തുതിയുടെ പാട്ട് പഠിച്ചവരാണ്. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പിറുപിറുപ്പ്, മുറുമുറുപ്പ്, വിമർശനം, ഏഷണി പറച്ചിൽ, അപവാദ പ്രചരണം, മറ്റുള്ളവരെ വിധിക്കുക എന്നിങ്ങനെയുള്ള എല്ലാറ്റിനോടും എന്നേക്കുമായി വിട പറഞ്ഞവരാണ്. എല്ലാവർക്കും എല്ലാറ്റിനും വേണ്ടി നന്ദി പറയുവാനും ദൈവത്തെ എപ്പോഴും ആരാധിച്ച് സ്തുതിപ്പാനും അവർ അഭ്യസിച്ചിട്ടുണ്ട്. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ നീ യോഗ്യൻ എന്നതാണ് പുതിയ പാട്ട്. വെളിപ്പാട് പുസ്തകം 5:12. പരാതിയുടെയോ പരിഭവത്തിന്റെയോ മുറുമുറുപ്പിന്റെയോ ഗന്ധം പോലും ഇല്ലാത്ത ഈ ഒരു പാട്ടാണിത്. നമ്മിൽ എത്ര പേർ ഇത് പഠിച്ചിട്ടുണ്ട്? സ്തുതിയുടെയും നന്ദിയുടെയും ആ പാട്ട്, സ്വർഗത്തിന്റെ ആ പാട്ട് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതകാലമാണ് ദൈവം നൽകിയിട്ടുള്ളത്. പരാതിയിൽ നിന്ന് പിറുവിപ്പിൽ നിന്നും 100% സ്വാതന്ത്ര്യം നേടാൻ അഭ്യസിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഭക്ഷണം നല്ലതല്ലെങ്കിൽ, ആരെങ്കിലും അവരുടെ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ, ആരെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ കവർന്ന് കളഞ്ഞാൽ
ആരെങ്കിലും തങ്ങളെയോ തങ്ങളുടെ കുഞ്ഞുങ്ങളെയോ കുറിച്ച് ദോഷം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം പരാതിപ്പെടുന്നവരാണ് മിക്ക വിശ്വാസികളും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കുരിശെടുത്ത് യേശുവിനെ അനുഗമിപ്പാനും ആ പുതിയ പാട്ട് പഠിപ്പാനുമുള്ള എത്ര നല്ല അവസരമാണ്. കുരിശെടുപ്പാനും ദിനം തോറും നമ്മുടെ അവകാശങ്ങൾക്കും പദവികൾക്കും ബഹുമതികൾക്കും മരിപ്പാനും മനസ്സില്ലെങ്കിൽ ആ പാട്ട് പഠിക്കുന്നത് അസാധ്യമായിരിക്കും. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഫിലിപ്പിയർ 2:14. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. തെസ്സലോനിക്കർ 5:18. 1 തെസ്സലോനിക്കർ 5:18 എന്നീ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർ മാത്രമാണ് ഈ 144,000 പേരിൽ ഉൾപ്പെടുക. പഠിക്കുക എന്ന പദം ഒരു അഭ്യസനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ പുതിയ പാട്ട് പാടുവാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ നമുക്കാർക്കും ആ പാട്ട് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്? 144,000 പേർ ഒഴിച്ച് ബാക്കി ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിയാഞ്ഞത്? കാരണം മറ്റുള്ളവർ ക്രൂശെടുക്കുന്നതിനെ കുറിച്ച് കേട്ടു. എന്നാൽ പരീക്ഷയുടെ മുമ്പിൽ അവർ യഥാർത്ഥമായും അങ്ങനെ ചെയ്തില്ല. 20-30 വർഷം വിശ്വാസിയായിട്ടും ഒരുവന് പിറുപിറുപ്പ്, പരാതി, കുറ്റപ്പെടുത്തൽ, ദേഷ്യം, ദോഷാരോപണം, കയ്പ് തുടങ്ങിയവയുടെ മേൽ വിജയം കിട്ടിയിട്ടില്ല എന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്. ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം ആയി എന്ന് കരുതി വഞ്ചനയുടെ ഒരു ലോകത്ത് കഴിയുന്നവരാണ് മിക്ക വിശ്വാസികളും. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്നവർ എന്നും അവരെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭൂവാസികളുടെ നേരെ എതിരായിട്ടുള്ളവരാണ് ഇവർ ഭൂമിയിൽ നിന്ന് സ്വതന്ത്രരാണ്. ഭൂമിയിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരല്ല. അവർ ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളതാണ് അവർ മനസ്സ് വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ എനിക്ക് സാധ്യമായ അത്രയും പണം സമ്പാദിക്കുകയും മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോവുകയും ചെയ്യാൻ എന്ത് വഴി എന്നതല്ല അവരുടെ ചിന്ത. എത്രയും സുഖകരമായ ഒരു ജീവിതം ഇവിടെ നയിക്കുകയും മരണശേഷം സ്വർഗത്തിൽ പോകുകയും ചെയ്യുവാനുള്ള മാർഗം എന്നുമല്ല അവരുടെ ആലോചന. ഭൂവാസികളാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മറിച്ച് ഈ ഭൂമിയിലെ എന്റെ ഒരേ ഒരു ജീവിതത്തിൽ എങ്ങനെ മുഴുവൻ ദൈവഹിതവും ചെയ്യാം, കാൽവറിയിൽ എനിക്കായി മരിച്ച കർത്താവിനോട് എങ്ങനെ എന്റെ നന്ദി കാണിക്കാം എന്നായിരിക്കും ഈ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരിക്കലും ഇന്ന് കാണുന്നത് പോലെ വിശ്വാസികളെന്ന് സ്വയം വിളിക്കുകയും അതേസമയം ഒത്തുതീർപ്പുകാരും പകുതി മനസ്സുള്ളവരും അങ്ങനെയും ഇങ്ങനെയും ലോകക്കാരെ പോലെ പോകുന്നവരും ആയിരിക്കുകയില്ല. അവർ തീർത്തും മറ്റൊരു വകുപ്പിൽ പെടുന്നവരാണ്. അവർ ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രർ ആണ്. ഭൗതികമായ സുഖത്തിലോ ധനത്തിലോ മാനത്തിലോ അല്ല അവർ മനസ്സ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ എത്ര യോഗ്യർ എന്നതല്ല അവരുടെ പാട്ട്, മറിച്ച് കർത്താവെ നീ മാത്രം യോഗ്യൻ എന്നതാണ്. ഞങ്ങൾ യോഗ്യരാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ വിഭാഗത്തിൽ പെടുന്നില്ല. ഇവർ പാടുന്ന പുതിയ പാട്ട് ഞങ്ങൾ യോഗ്യരല്ല, നീ മാത്രം യോഗ്യൻ എന്നാണ്. ഇത് പഠിച്ചിട്ടുള്ള വിശ്വാസികൾ എത്ര പേരുണ്ട്? വളരെ വളരെ കുറച്ചു പേർ മാത്രം. മറ്റു മനുഷ്യരുടെ ബഹുമാനവും അംഗീകാരവും കിട്ടാൻ വേണ്ടി
വിശ്വാസികൾ ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ തെളിയിക്കുന്നത് അവർ ഈ വിഭാഗത്തിൽ പെടുന്നവരല്ല എന്നാണ്. വെളിപാട് 14 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു കേട്ടെ. അത് വെളിപാട് 14 അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ അത് നമ്മളെ ഓരോരുത്തരെയും ഓരോ ക്രിസ്തു ശിഷ്യനെയും വെല്ലുവിളിക്കേണ്ടതായിട്ടുള്ള വാക്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ നിത്യതയിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനാണ് അവിടെ വായിക്കുന്നത്. നമ്മളിപ്പോൾ 2-ാമത്തെ വാക്യം ഇപ്പം വായിച്ചു. പെരുവെള്ളത്തിൻ്റെ വെളിപാട് 14-ന്റെ 2-ാമത്തെ വാക്യം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. അപ്പൊ ഈ 144,000 പേരുടെ ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണെന്ന് ചോദിച്ചാൽ 2 ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത്. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ വലിയൊരു ഇടിമുഴക്കം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അത് വലിയ ഒരു ഇമ്പകരമായൊരു ഗാനം, ഒരു പാട്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ആ പാട്ട് വേറെ ആർക്കും പഠിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യവും ആ കാര്യമൊക്കെ നമ്മളിപ്പം കേട്ടു. അപ്പം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം ഈ വെളിപാട് 14-ന്റെ 2 എന്നെ ഒത്തിരി അധികം വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം ആർക്കാ ഉള്ളതെന്ന് വെച്ചാൽ വെളിപാടിൻ്റെ ഇതേ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ 1-ാം അധ്യായത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് യോഹന്നാന് കൊടുക്കുന്ന വെളിപ്പാടാ. കാല് ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം, യേശുവിന്റെ ശബ്ദത്തെക്കുറിച്ച് പറയുക, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അപ്പോൾ യേശുവിന്റെ ശബ്ദമാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. എന്നാൽ കാന്തയുടെ ശബ്ദം എന്താ? അതും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. അത് വചനത്തിൽ കണ്ടപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അത് എന്നെ ഒത്തിരിയധികം വെല്ലുവിളിച്ചു. കർത്താവേ, അങ്ങ് സംസാരിക്കുന്നത് പോലെയാണ് കാന്തയും സംസാരിക്കേണ്ടത്. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ കാന്തയാകുന്നു, കാന്തയുടെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസാരം, നമ്മളാരും പരിപൂർണമായിട്ടും കർത്താവിനെ പറ്റി നമ്മളാരും ആയി തീർന്നിട്ടില്ല. പരിപൂർണമായിട്ടും പോയിട്ട് അതിൻ്റെ ഒരു 1000 അയലത്തൂര് നമ്മളാരും എത്തിയിട്ടില്ല. എങ്കിലും നമ്മളുടെ സംസാരം അധികമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമുക്ക് കർത്താവിൻ്റെ ജീവൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ സംസാരം പരാതിയും പെറുവെറുപ്പും കുറ്റം പറച്ചിലും ദേഷ്യവും അതുപോലെയൊക്കെയുള്ള പരദൂഷണവും പല കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ ഒരു സ്വയകേന്ദ്രിതമാണ്. നമ്മൾ പുറമേ എത്രയും മോഡിഫൈ ചെയ്തെങ്കിൽ പോലും യേശുവിൻ്റെ ജീവനില്ലാത്ത സംസാരം അങ്ങനെയാണ്. എന്നാൽ യേശുവിൻ്റെ ജീവൻ പ്രാപിച്ച് നമ്മൾ അധികം കർത്താവിൻ്റെ ജീവൻ പ്രാപിക്കും തോറും അത് നമ്മളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന, ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു കവിയുന്നത് അത് വായിൽ കൂടെ പുറത്തു വരും. അപ്പം നമ്മളുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ എന്നൊക്കെ നമ്മൾ കൊളോസ്യർ 4-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം. ഉപ്പിനാൽ രുചി വരുത്തിയ കൃപയോടുകൂടിയ വാക്കുകൾ. അവിടെ കൃപയെ ഉപ്പിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പിട്ടാലേ അതിനൊരു രുചിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വാക്കിൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ എന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു. 2 ഞായറാഴ്ച മുമ്പ് നമ്മൾ ഞായറാഴ്ച ചിന്തിച്ച വാക്യമാണല്ലോ. അപ്പോൾ എൻ്റെ കൃപ ആണ് എൻ്റെ ശക്തി എന്നാണ് നമ്മളവിടെ ആ 2 കൊരിന്ത്യർ 12:9 നമ്മളതാ വായിക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എന്തുകൊണ്ടെന്നാൽ എൻ്റെ ശക്തി എന്ന് വെച്ചാൽ എൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താ? ആ കൃപ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, കർത്താവിൻ്റെ ശക്തിയാണ് കൃപ. നിന്റെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. അപ്പം കൃപയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എബ്രായർ 10:29 സഖരിയാവ് 12:10 സഖരിയാവ് 12:10 എബ്രായർ 10:29 ഒക്കെ കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതാണ് കൃപ. ആ കൃപ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ വാക്കുകളിലൂടെ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ അപ്പനമ്മമാരോട് സംസാരിക്കുന്നതായിരിക്കും, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുകാരോട്, സുഹൃത്തുക്കളോട് നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു, നമ്മുടെ ക്ലയൻസിനോട് സംസാരിക്കുന്നു, നമ്മളുടെ പേഷ്യൻസിനോട് സംസാരിക്കുന്നു, നമ്മളുടെ സഹപ്രവർത്തകരോട്, അയൽവക്കത്തുകാരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി സാധാരണ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യമല്ല. എന്നാൽ
കർത്താവിൻ്റെ ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ഉള്ളതാണ് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന്. അതിൽ നിന്നാണല്ലോ നമ്മൾ അങ്ങോട്ട് പോയത്. വെളിപാട് 1:15 പെരുവെള്ളത്തിന് ഇരച്ചിൽ, പെരുവെള്ളം അത് ജീവജലത്തിൻ്റെ നദികളുടെ പെരുവെള്ളമാണ് ആ കർത്താവിൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതേ ശബ്ദം തന്നെയാണ് കാന്തയുടെ ശബ്ദവും. അതാണ് നമ്മൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ. പിന്നെ കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ഇതേ വെളിപാട് 1:10 നമ്മൾ വായിക്കുന്നത്, അത് കാഹളധ്വനി പോലെ ഒരു ശബ്ദം കേട്ടു. അതല്ലേ നമ്മൾ വെളിപാട് 1:10 വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ നിന്ന് ആത്മവിവശനായി നീ കാണുന്നത് അത് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകെ കേട്ടു. അപ്പം കർത്താവിൻ്റെ ശബ്ദത്തെ കാഹളനാദം, ട്രംപറ്റ് സൗണ്ടിനോട് ഉപയോഗിച്ചിട്ടുണ്ട്, പെരുവെള്ളത്തിന് ഇരച്ചിലിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗ്രേസ് ആൻഡ് ട്രൂത്ത്, കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണല്ലോ കർത്താവ് നമ്മുടെ ഇടയിൽ പറഞ്ഞതായിട്ട് നമ്മൾ വെളിപാട് 1:14 വായിക്കുന്നത്. അപ്പം കൃപ എന്ന് പറയുമ്പോൾ പെരുവെള്ളത്തിന് ഇരച്ചിൽ, ആ ഒരു സ്നേഹത്തിൻ്റെ, മനസ്സലിവിൻ്റെ, ആശ്വാസത്തിൻ്റെ വാക്യങ്ങൾ, സത്യം, കാഹളനാദം പോലെ. ചില സമയത്ത് കർത്താവ് അവിശ്വാസമുള്ള ജനത ഇതെപ്പോൾ എത്ര മാത്രം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും എന്നുള്ള കാര്യമൊക്കെ വളരെ കാർക്കശ്യത്തോടെ, കർത്താവിന് എന്ത് ദേഷ്യം വന്നിട്ട് പറയില്ല, എന്നാൽ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയിൽ ദൈവികമായ കോപത്തോടെ, മാനുഷിക കോപത്തിലുള്ള ഒരു എന്തോ ഒരു എന്തിനു പറയുന്നത്, നമ്മുടെ ടെമ്പർ ലൂസായിട്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പറയുന്ന ആ ഒരു കാര്യമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു തീക്ഷ്ണതയിൽ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് ഫേമായിട്ട് പറയുന്ന ഒരു കാഹളധ്വനി. അതുപോലെ നമ്മൾ അതേ ഒരു ബാലൻസാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. വെളിപാട് 14:2 വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, അപ്പോൾ അവിടെ കൃപയെ കുറിക്കുന്നു. ഇന്ന് വലിയൊരു ഇടിമുഴക്കം പോലെ, അത് തണ്ടർ, ഒരു പെട്ടെന്നൊരു തണ്ടർ, ഇടി മിന്നുമ്പോഴത്തേക്കും, ഇടിമുഴക്കം കേൾക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം പെട്ടെന്ന് ഞെട്ടും എന്ന് വെച്ചാൽ അതുപോലെയാണ് കാന്തയുടെ ശബ്ദവും യേശുവിൻ്റെ ശബ്ദം പോലെ തന്നെയാണ്. കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ട് അനേകർ വിസ്മയിച്ചു എന്ന് നമ്മൾ ലൂക്കോസ് 4:22 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കോ കർത്താവ്, ഇവിടെ ഞങ്ങളുടെ കൂടെ നസ്രത്തിൽ വളർന്നു വന്ന ഈ പയ്യനാണോ ഈ സംസാരിക്കുന്നത്, ഇത്ര ലാവണ്യ വാക്കുകൾ, കൃപ നിറഞ്ഞ വാക്കുകൾ. അവിടെ ആ ലാവണ്യ വാക്കുകൾ, കാരസ് എന്നുള്ള ഗ്രീക്ക് പദം തന്നെ, ഗ്രേഷ്യസ് വേർഡ്സ് എന്നുള്ള, ഗ്രേസ് എന്നുള്ള അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപയുള്ള വാക്കുകൾ എന്നാണ് വേണമെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് അവിടെ പരിഭാഷപ്പെടുത്താവുന്നത്. അപ്പോൾ ആ കർത്താവിൻ്റെ കൃപയുള്ള വാക്കുകൾ, എന്നാൽ കർത്താവ് അവിടെ തന്നെ ചില കാർക്കശ്യത്തിൻ്റെ വാക്കുകളും പറഞ്ഞു. ഇസ്രായേലുകാരെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ട് കർത്താവ് സരഫത്തിലെ വിധവയെ തിരഞ്ഞെടുത്ത കാര്യവും അത് ഉപയോഗിച്ച കാര്യവും, അങ്ങനെ ഇസ്രായേലിന് വെളിയിലേക്ക് കർത്താവ് വളരെ ഉപയോഗിച്ച കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും, ചില കാർക്കശ്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ കർത്താവിനെ ഒരു മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നതൊക്കെ നമ്മൾ ലൂക്കോസ് 4 കാണുന്നത്. അപ്പം കർത്താവിൽ കൃപയും സത്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വാക്കുകൾ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും ഇങ്ങനെ കാഹളധ്വനി പോലെയാണെന്ന് ഇപ്പം നമ്മൾ വെളിപാട് 1:10-15 വാക്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ തന്നെ കാന്തയും യേശുവിനെ പോലെ ആകുന്നവരാണ് കർത്താവിൻ്റെ കാന്തയുടെ ഭാഗമായി തീരുന്നത്. അപ്പം കാന്തയുടെ ശബ്ദം എങ്ങനെയാ? പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും. അതായത് മുല്ലപ്പൂമ്പിടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാകുമ്പോൾ സൗരഭ്യം, നമ്മളെല്ലാം കല്ലുപോലായിരുന്നു എന്ന കർത്താവിനെ നമ്മൾ ചാരിയിരിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരും, കർത്താവിനെ പോലെ അധികമായിട്ട് നമ്മൾ ആയിത്തീരും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അതായത് എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, നമ്മൾ എന്തെല്ലാം കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും, നമ്മൾ അധികം കർത്താവിനെ ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കേൾക്കുകയും കർത്താവിനെ കാതോർക്കുകയും കർത്താവിനെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളുടെ മാനറിസംസിലും നമ്മളുടെ പല കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഒരു മോശമായിട്ട സ്വഭാവവും, പല എന്താണ് പറയുക, ആരോട് ഒത്തുചേർത്ത് പോകാൻ പറ്റാത്ത സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് അങ്ങ് നിരാശപ്പെടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മറ്റുള്ളവരോട് ഒരു ഈർഷ്യ, പിണക്കം, അങ്ങ് ഭയങ്കര കയ്പ്, വിരോധം, അങ്ങനെയൊക്കെയുള്ള പല പരാതി പറച്ചിൽ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മളത് വായിച്ച് കേട്ടു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി അധികമായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ഒരു പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ, വലിയൊരു ഇടിമുഴക്കം പോലെ ഉള്ള അതുപോലെ ഒരു കൃപയും സത്യവും നിറഞ്ഞ വാക്കുകൾ, അങ്ങനെയുള്ളൊരു ഘോഷം കേട്ടു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വെളിപാട് 14:2 വായിച്ചപ്പോൾ നമ്മളുടെ പ്രാർത്ഥന അതുപോലെ, കർത്താവേ അങ്ങേപ്പോലെ സംസാരിക്കാൻ എന്നെ സഹായിക്കണം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവാൻ. പത്രോസിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവിനെ അവർ നിറയപ്പെട്ടതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 10:44 വാക്യം, അവിടെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ 2000-ഓളം വർഷം നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് പോകുമ്പോൾ അവിടെ അപ്പോസ്തലപ്രവൃത്തി 10:44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പത്രോസിൻ്റെ ആ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർന്നൊഴുക്ക് അവിടെ ഉണ്ടായതായിട്ട്
നമ്മളോട് വായിക്കുന്നത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വാക്കുകളെ കേട്ട എമ്മാവസിലുള്ള ശിഷ്യന്മാരുടെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരുന്നതായിട്ടൊക്കെ നമ്മൾ ലൂക്കോസ് 24:32 വാക്യത്തിലല്ലേ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയം എരിഞ്ഞുകൊണ്ടിരുന്നില്ലയോ എന്നുള്ള ആ ഒരു വെയർ നോട്ട് അവർ ഹാർട്ട്സ് ബേണിംഗ് വെൻ ഹി വാസ് എക്സ്പ്ലെയിനിങ് ദ സ്ക്രിപ്റ്റേഴ്സ് ടു അസ്. കർത്താവ് കർത്താവ് അവരുടെ ആ എമ്മാവസിലേക്കുള്ള ശിഷ്യന്മാർ, ഒരുപക്ഷെ ഒരു ഭാര്യയും ഭർത്താവും ആയിരുന്നിരിക്കും, അവരൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതായിട്ടൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അവരുടെ കൂടെ നടന്ന കർത്താവ് വചനത്തിലൂടെ, അതായത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിലൂടെ യേശുവിനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പം 32 വാക്യം ലൂക്കോസ് 24:32, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അവരുടെ ഹൃദയം കർത്താവിനുള്ള ഒരു സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലും കത്തിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ ശബ്ദം അതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ഇടിമുഴക്കത്തിൻ്റെയും കാഹളധ്വനി പോലെയൊക്കെ ഗാംഭീര്യവും കൃപയും സത്യവും നിറഞ്ഞതായിട്ടുള്ള ഒരു ശബ്ദം. അതുപോലെ നമുക്ക് അത് കൃത്രിമമായിട്ട് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് എന്തേ ചെയ്യാനൊക്കെ ഉള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി, നമ്മളെ തന്നെ ഒരു 0 ആയിട്ട് വട്ടപ്പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പം പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം നമ്മുടെ ജഡം അല്ലെങ്കിൽ നമ്മുടെ സ്വയം ക്രൂശിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ഒരു കൃപ കാണും. അത് ഓരോ ദിവസവും നമ്മൾ ക്രൂശെടുത്ത് എല്ലാ ദിവസവും നടക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ആ കൃപയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ അനോയിൻറ്റിങ്, കൂടുതൽ അഭിഷേകം എന്ന് പറയുന്നത്, ഇന്ന് ക്രിസ്തീയ ലോകത്ത് അഭിഷേകം എന്ന് പറയുന്ന കുറേ ചാട്ടവും തുള്ളലും അവർ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നതൊക്കെ അഭിഷേകം എന്നുള്ള മിസ്നോമറാണ് ക്രിസ്തീയ ലോകത്തിൽ. അങ്ങനെയുള്ള ഒരു അധപ്പതനമാണ് ക്രിസ്തീയ ലോകത്ത് നമ്മൾ കാണുന്നത്, ക്രിസ്തീയ എന്ന് പറയുന്ന ലോകത്ത്. അപ്പോൾ എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള അഭിഷേകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. യഥാർത്ഥത്തിലുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? അത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും എന്ന കാർക്കശ്യവും തീക്ഷ്ണതയൊക്കെ നമ്മളിൽ നിറയ്ക്കുന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള അഭിഷേകം എന്ന് പറയുന്നത്. അപ്പം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കും പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കിട്ടും. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ എന്ന് പറഞ്ഞാൽ ഹാർപ്പിസ്റ്റുകൾ, അതായത് ഈ വീണ വായിക്കുന്നവർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അതൊരു മ്യൂസിക്കൽ നോട്ട് മാതിരി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ വളരെ നിരാശയും ടെൻഷനും ഒക്കെ ആയിട്ട് വരുന്ന ക്ലയൻസിനോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ടുകളൊക്കെ ഇടയ്ക്ക് കേൾക്കണം എന്ന് പറഞ്ഞാൽ അതൊരു മ്യൂസിക്കൊക്കെ കേൾക്കുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല മെലോഡിയസ് ആയിട്ടുള്ള നല്ല മ്യൂസിക്കെല്ലാം കേൾക്കുമ്പോൾ ഈവൻ നമ്മളെ ഓഫ്കോഴ്സ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ അതിനോടുള്ള ആഭിമുഖ്യമുള്ളവരോട് നമ്മൾ ക്രിസ്തീയ ഗാനങ്ങൾ തന്നെ കേൾക്കാൻ അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ തന്നെ കേൾക്കുന്നത് തന്നെ ഒരു ഇമ്പമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശാന്തതയും ഒരു സമാധാനമൊക്കെ തരുന്നത്, സന്തോഷം പകരുന്നത്. അതുപോലെ ഇപ്പം ആ കാന്തയുടെ ശബ്ദം അതുപോലൊരു പാട്ട് പാടുന്ന പോലെയുള്ളൊരു ശബ്ദം മാതിരിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മളുടെ ശബ്ദം കേൾക്കുന്നത്, നമ്മളുടെ വാക്കുകൾ കേൾക്കുന്നത് മറ്റുള്ളവർക്കൊരു ആശ്വാസവും പ്രചോദനവും ജീവനും ആശ്വാസവും ഉത്സാഹമൊക്കെ ആയിട്ട് തീരൂ. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അപ്പനമ്മമാർക്ക്, നമ്മളുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, നമ്മളുടെ കൂടെ നമ്മളുടെ ശബ്ദം കേൾക്കുന്നവർക്ക്, അങ്ങനെയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ കാന്തയുടെ സ്വഭാവം. ഒരു വീണ വിട്ടതുപോലെയുള്ള ശബ്ദമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ വാക്യത്തിൽ അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും, ഈ 4 ജീവികൾ കെരൂബുകളും മൂപ്പന്മാർ 24 മൂപ്പന്മാരുടെ കാര്യമൊക്കെ നമ്മൾ വെളിപാട് 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സ്വർഗീയമായ ദൂതസംഘത്തിലെ ഓരോ പൊസിഷൻസാണ് ഈ കെരൂബുകളും മൂപ്പന്മാരും ഒക്കെ. പല ദൂതന്മാരിലുള്ള പല വിഭാഗങ്ങളാണ്. അവരെല്ലാം ദൈവത്തെ, ഈ 24 മൂപ്പന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരെയും ലീഡ് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ ഈ 24 മൂപ്പന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 4-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കെരൂബുകൾ എന്ന് പറയുമ്പോൾ ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ ഒരു മഹത്വത്തെ ഗാർഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കെരൂബുകളായിട്ട്, ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിട്ട് ദൈവമുമ്പാകെ ആയിരിക്കുന്ന ആ സിംഹാസനത്തിനും, ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിനും 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. അവരൊരു പുതിയ പാട്ട്, ആ പുതിയ എന്നുള്ള വാക്ക് കൈനാസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചത്. പുതിയ പാട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പാട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഫ്രഷ്, റീസെൻ്റ്ലി മെയ്ഡ്, റീസെൻറ്റ്, അൺയൂസ്ഡ് എന്നൊക്കെ, ന്യൂ എന്നൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു പുതിയ പാട്ട്, ഒരു ഫ്രഷ് ആയിട്ടൊരു പാട്ട്. നമ്മൾ 10,000 പ്രാവശ്യം പാടിയ പാട്ടായിരിക്കും എന്ന്
നമ്മളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനുള്ള സ്നേഹത്തിൽ അതിസ്നേഹത്തിൽ പാടുമ്പോൾ അതൊരു പുതിയ പാട്ടാണ്, അതൊരു ഫ്രഷ് ആദ്യമായിട്ട് കർത്താവിനോട് അത് പാടുന്നതായിട്ട് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എത്ര നമ്മൾ വായിച്ച് പഴകിയ പല വാക്യങ്ങൾ പോലും, വായിച്ച് പഴകിയെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാത്തയാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് വായിച്ച് വചനങ്ങൾ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്രഷ്നെസ് വരുമ്പോഴും അവിടെ ഒരു പഴക്കമില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു പുതുക്കം, റീസെൻ്റ്ലി മെയ്ഡ്, ആ ഒരു പുതിയ പാട്ട് അവർ പാടി. അത് അവർ പുതിയ പാട്ട് പാടി. അവരുടെ ആ പുതിയ പാട്ട് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്ക് അല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ 144,000 പേരെ കുറിച്ച് പറയുന്നത് അവർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവർ. അവർ ഈ ഭൂവാസികളെ പോലുള്ളവരല്ല. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഈവൻ വെളിപാട് 13:8 ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുമ്പ് മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവിത പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാതെ ഭൂവാസികളൊക്കെ അതിനെ നമസ്കരിക്കുക. അതായത് ഭൂമിയിൽ വാസമായിട്ടുള്ളവരൊക്കെ ആണ് ഈ എതിർക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്. എന്നാൽ ഇവർ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ, ഇവർ സ്വർഗീയവാസികളാണ്. ഓസു ഡ്വെൽ ഇൻ ഹെവൻ, അത് 6-ാമത്തെ വാക്യം, വെളിപാട് 13-ന്റെ 6-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാനൊക്കെ എതിർക്രിസ്തു വാതുറക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്, സ്വർഗീയവാസികളാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കൾ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ നമ്മത്തിന് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവരാണെങ്കിൽ നമ്മളുടെ പ്രാണന്, നമ്മളുടെ മനസ്സൊക്കെ സ്വർഗത്തിൽ സെറ്റ് ചെയ്തവരായിരിക്കും. നമ്മൾ കൊളോസ്യർ 3:2 ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടു. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിനും ഉയരത്തിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് വെക്കുവിൻ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കൊളോസ്യർ 3:2 നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ മനസ്സ് സ്വർഗത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് കർത്താവ് നമ്മളെ വാങ്ങിച്ചിരിക്കുന്നു. അത് നമ്മളെ ഭൂമിയിൽ നിന്ന് വി ആർ പർച്ചേസ്ഡ് ഫ്രം എമംഗ് ദ എർത്ത്. പിന്നെ പർച്ചേസ്ഡ് ഫ്രം എമംഗ് മെൻ, മനുഷ്യനിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാന്നുള്ള കാര്യം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ അതിലേക്ക് നമ്മൾ വരാം. അതിലേക്ക് ഇന്ന് വരെ നമുക്ക് സമയമില്ല. അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഭൂമിയിൽ നിന്ന് പറയുമ്പം ഭൂമിയുടെ ഭൗതികമായ വസ്തുവകകൾ, സുഖങ്ങൾ, വലിയ വലിയ കാറോ ബംഗ്ലാവോ കെട്ടിടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ ഒക്കുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിലോട്ടൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഭൂമിയുടേതായ കാര്യങ്ങളിലൂടെ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ എന്തെങ്കിലും പെട്ടെന്ന് കേടുവരുന്നു, അപ്പോഴും നമുക്ക് അതിലൊരു എന്താണ് പറയുന്നത്, ഭയങ്കര ഒരു ടെൻഷൻ. ഓഫ്കോഴ്സ് കേട് നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, കർത്താവിനെ ആശ്രയിച്ചിരുന്ന നമുക്ക് അതിലൊരു അസ്വസ്ഥപ്പെട്ട് അത് ഒരു ഭയങ്കര നമ്മളത് എന്തെങ്കിലും നമ്മുടെ വിഗ്രഹമായി തീർന്നിട്ടുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെ, എന്തെങ്കിലും ഒരു കേട് വരുമ്പോൾ, കാരണം ഒരു സ്ക്രാച്ച് വീഴുമ്പോൾ, അല്ലെങ്കിൽ സ്കൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ മൊബൈലിലോ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വാച്ചോ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കേടോ തട്ടലോ മുട്ടലോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ സമാധാനവും സന്തോഷമൊക്കെ അങ്ങ് പോയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് നമ്മുടെ വിഗ്രഹമായി പോയായിരുന്നു. നമ്മുടെ ഈ ഭൂമിയുടെ വസ്തുക്കളോട് ഇപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം എബ്രഹാം ഇസ്ഹാക്കിനെ സമർപ്പിച്ചതുപോലെ കർത്താവെ അവിടുന്ന് എന്ത് വേണമെങ്കിലും എടുത്തോ, ഇല്ല അവിടുത്തേതാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അതങ്ങ് പൊസസ് ചെയ്യുന്നില്ല, മറിച്ച് വിത്ത് ഓപ്പൺ പാംസ്, തുറന്ന കൈകളോടെ, ഗ്രാബ് ചെയ്യുന്ന ഹാൻഡ്സോടെ അല്ല, തുറന്ന കൈകളോടെ. കർത്താവ് ക്രൂശിൽ തുറന്ന കൈകളോടെ ക്രൂശിക്കപ്പെട്ടതുപോലെ നമ്മളും തുറന്ന കൈകളോടെ കർത്താവ് നമുക്ക് തരുന്ന കാര്യങ്ങൾ, നമുക്ക് വസ്തുക്കളോ കാറോ കാര്യങ്ങളോ എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിൽ ടു ഹാവ് ദം ഇസ് നോട്ട് സിൻ. അത് ഉണ്ടായിരിക്കുന്നത് പാപമല്ല, എന്നാൽ അത് ടു പൊസസ് ദം, അത് എൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ ആ ഭൂമിയുടെ കാര്യങ്ങളോട്, ലോത്തിൻ്റെ ഭാര്യ പിന്നെയും തിരിഞ്ഞു നോക്കി, എൻ്റെ വസ്തുവകകൾ, എൻ്റെ വീട്ടിൽ എൻ്റെ സാരി അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ലോത്തിൻ്റെ ഭാര്യ വീണ്ടും ആ സൊദോം ഗൊമോറയുടെ ആ ഒരു ന്യായവിധിയുടെ സമയത്ത് അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി അവിടെ ഉപ്പുതൂണായിട്ട് നിന്നതുപോലെ അവൾ ആ ഒരു ഭൂമിയോട് അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. ലോത്തിന് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, എന്നാൽ ലോത്ത് അവസാനമെങ്കിലും ദൈവവിളി കേട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്ത് രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവരായിട്ട് അതല്ലാതെ വേറെ ആർക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല. പഠിക്കുക, മാന്താനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ വെച്ചിട്ട് പഠിക്കുക. ഈവൻ മത്തായി 11:29 വാക്യത്തിൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ ഹൃദയത്തിൽ, മലയാളം പരിഭാഷയിൽ അങ്ങനെ അവിടെ ഒരു ഹൃദയത്തിൽ എന്നുള്ളൊരു വാക്ക് വിട്ടുപോയിട്ടുള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടായിരുന്നു. മത്തായി 11:29 ഐ ആം ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ. ഗ്രീക്കിൽ കാർഡിയ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ മലയാളം സത്യവേദ പുസ്തകത്തിൽ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാലിനെ എഴുതിയിട്ടുള്ളൂ അവിടെ. എന്നാൽ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയുള്ളവനാകിയാലിനാണ് യഥാർത്ഥത്തിലുള്ള അവിടെയുള്ള ട്രാൻസ്ലേഷൻ വരേണ്ട ഒരു വാക്ക് അവിടെ
ഇത്രയും പ്രശസ്തമായിട്ടുള്ള വാക്കാണെങ്കിൽ പോലും അവിടെ ഒരു വാക്ക് തന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സത്യവേദ പുസ്തകം പരിഭാഷയിൽ. അപ്പം അവിടെയും എന്നിൽ നിന്ന് പഠിക്കുവിന്ന് പറയുമ്പോൾ ഈ മാന്താനോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ മാന്താനോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഒരു പഠനം, ഒരു ആത്മീയമായിട്ടുള്ളൊരു പഠനം എന്ന് വെച്ചാൽ കർത്താവിൽ നിന്ന് നമ്മൾ സൗമ്യതയും താഴ്മയൊക്കെ പഠിക്കുന്നത് പോലെ നമ്മൾ ഈ പാട്ടും പഠിക്കുന്നു. ഈ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രത്തിൻ്റെ പാട്ടാണ്. ഈ സ്തോത്രത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ പരാതിയും പെറുവെറുപ്പും പരദൂഷണവും കോപവും ദേഷ്യവും ബഹളവും കലകലപ്പും കൂറ്റാരം എന്നൊക്കെ ഉള്ളൊരു വാക്കൊക്കെ നമ്മൾ, ക്ലാമർ എന്നുള്ളൊരു വാക്കൊക്കെ നമ്മൾ എവിടെ എഫേസ്യർ 4:30 കാണുന്നുണ്ട്. ചില കാര്യങ്ങളായിരിക്കും അതിലങ്ങ് നമ്മളങ്ങ് വല്ലാതെ ബഹളം വെക്കുന്നു, വല്ലാതെ അങ്ങ് ടെൻഷൻ അടിക്കുന്നു, വെപ്രാളപ്പെടുന്നു. അത് എഫേസ്യർ 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും, കൂറ്റാരം ക്ലാമർ, ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതൊക്കെയാണ് ഈ സ്തോത്രത്തിൻ്റെ പാട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നല്ല ഇതെല്ലാം വിട്ടൊഴിഞ്ഞു പോയിട്ട് എന്താ നമ്മൾ 32ാമത്തെ ഭാഗത്തിൽ നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യോന്യം ക്ഷമിച്ച് ദൈവമുള്ളവരായിട്ട് സ്തോത്രത്തിൻ്റെ പാട്ട് പാടുന്ന, അതായത് ഇതേ എഫേസ്യർ 5:20 വരുമ്പോഴത്തേക്കും സ്തോത്രത്തിൻ്റെ പാട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി 19ാമത്തെ വാക്യം എഫേസ്യർ 5:19. എഫേസ്യർ 5:31 വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞാലേ നമുക്ക് ഈ പാട്ട് പഠിക്കാനൊക്കെ എത്തുള്ളൂ. നമ്മളുടെ ജഡത്തിലെ ഈ എന്താണ് ക്രോധവും കോപവും കയ്പും പരാതിയും പെറുവെറുപ്പും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ആ ജഡ നമ്മുടെ ജീവിതത്തിൽ മേൽക്കോയ്മ നടക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് പഠിക്കാനൊക്കെ ഇല്ല. എന്നാൽ നമ്മളവിടെ നമ്മെ തന്നെ ഓരോ സമയത്തും ശരിയാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു, ചില വേദന ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, ചില പെരുമാറ്റങ്ങളൊക്കെ നടക്കുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ക്രൂശെടുക്കുന്നു. കർത്താവേ, അങ്ങ് അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അവിടുത്തെ ആത്മാവിനെല്ലാം നിറച്ചാട്ടെ, എനിക്ക് സ്വസ്ഥതയോടെ ഇവിടെ ആയിരിക്കണം. കർത്താവേ, അങ്ങ് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ പെരുമാറാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അവിടെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നിറഞ്ഞിട്ട് ഈ കോപവും ക്രോധവും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്ത് നിറയും? ആത്മാവ് നിറയുമ്പോൾ എന്ത് പറ്റും? 19ാമത്തെ എഫേസ്യർ 4:31 കാര്യങ്ങളൊക്കെ അങ്ങ് കളഞ്ഞ് പിന്നെ എഫേസ്യർ 5:19 വരുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. അതാണ് ഈ കാന്ത അവര് പെട്ടെന്ന് അപ്പം വന്നപ്പോഴത്തേക്കും ഇപ്പം നമുക്കറിയാം പാട്ട് പാടുന്നവർ എത്ര പേര് എത്ര വർഷങ്ങൾ അവരിങ്ങനെ എന്തോ സാധകം ചെയ്ത് സാരി പാത എന്നൊക്കെ പറഞ്ഞ് എത്ര വർഷങ്ങളിരുന്ന് പാടിയാണ് അവർ വലിയ പ്രൊഫഷണലായിട്ട് പാടുന്നത്. ഇപ്പം കീബോർഡ് വായിക്കുന്നവർ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ഞെക്കിയാലും ഒന്ന് നമുക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ചിലർ പാട്ട് പാടുന്ന നമുക്ക് കേട്ടിരുന്ന് പോകും, ചിലർ പാട്ട് പാടുമ്പോൾ എപ്പോഴാണ് നിർത്തുന്നത് എന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ പല അതിനൊരു പഠനമുണ്ട്, അതിനൊരു ട്രെയിനിങ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ ഈ പുതിയ പാട്ട് പഠിക്കാനൊരു ട്രെയിനിങ് ഉണ്ട്. അതെന്താ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ക്രൂസ് എടുത്ത് എൻ്റെ ജഡത്തിലെ ക്രോധവും കോപവും വിരോധവും കയ്പും പെറുവെറുപ്പും പരാതിയും പെറുവെറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജഡത്തിൽ പൊങ്ങി വരുന്ന സമയത്ത് പല സാഹചര്യങ്ങളോട് പൊങ്ങി വരുമ്പോൾ പല വ്യക്തികളോട് വ്യക്തിബന്ധങ്ങളിൽ പൊങ്ങി വരുമ്പോൾ അവിടെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിനാലെ വീണ്ടും നിറഞ്ഞ് അവിടെ പരിശുദ്ധാത്മാവ് എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുവിൻ. പരാതിയും പെറുവെറുപ്പും പാടില്ല. നമ്മളിപ്പോൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു. ഫിലിപ്പിയർ 2:14 പരാതിയും പെറുവെറുപ്പും കൂടാതെ എല്ലാം ചെയ്യുവിൻ, പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഫിലിപ്പിയർ 2:14 എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഇൻ എവറിത്തിങ്. 1 തെസ്സലോനിയൻസ് 5:18 വാക്യം നമ്മൾ വായിച്ചു. എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ട് ശരിയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അകാരണമായിട്ട് താമസിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അപ്രൂവലിന് കൊടുക്കുന്നു. അത് ഇപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ചില കാര്യങ്ങൾ അപ്രൂവലിന് കൊടുത്ത് കുറേ ഡിലേ വന്നു. പക്ഷേ എല്ലാം ദൈവം അറിയുന്നു, അനുവദിക്കുന്നു. നമുക്ക് ശരിയാണ്, നമുക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളത് അവരോട് പറയുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ചില ഡിലേ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളോ പല രീതിയിലുള്ള പല സാഹചര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും അവിടെ ശരിയാണ് ചില കാര്യങ്ങളിൽ നമ്മളതിനെ റിക്വസ്റ്റ് ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് കർത്താവിനെ ആശ്രയിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പരാതിയോ കുറുകുറുപ്പോ ഒരു അസ്വസ്ഥതയോ ഒരു വെപ്രാള ക്ഷമയോടെ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാതെ ആ ഒരു സമാധാനത്തോടെ കർത്താവിനുള്ള സ്വസ്ഥതയോടെ ആയിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പാട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കർത്താവിനോട് ഹൃദയത്തിൽ കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതാണ് നമ്മളിപ്പോൾ എഫേസ്യർ 5:19 കർത്താവിനെ പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്ത് കൊള്ളുവാൻ. അങ്ങനെ സ്തോത്രം ചെയ്ത് കൊള്ളുന്നവരാണ് എല്ലാത്തിനും എല്ലായ്പ്പോഴും. അതാണ് നമ്മൾ വായിക്കുന്നത്. എല്ലായ്പ്പോഴും
24/7 എപ്പോഴും ഒരു സ്തോത്രത്തിൻ്റെ ഒരു സ്വരം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൊരു സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ കാണും. എല്ലാത്തിനു വേണ്ടി എന്ത് കാര്യങ്ങളായാലും, പിന്നെ എല്ലാവർക്കും വേണ്ടിയും ഇങ്ങനെ സ്തോത്രം ചെയ്യുമെന്ന് എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? 1 തിമോത്തിയോസ് 2:1 നമ്മളത് വായിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 2:1 എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അപ്പം ശരിയാണ്, ചില ഭരണാധികാരികൾ പല അധികാരത്തിലിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ അന്യായമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുമെങ്കിലും ദൈവം അവരെ അവിടെ ഒരു സമയത്തേക്ക് ഇരുത്തിയിരിക്കുന്നു. കർത്താവ് എല്ലാവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുക. എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും എല്ലാത്തിനായിട്ടും എല്ലാ സംഭവങ്ങൾക്കായിട്ടും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്ന, അതാണ് ആ സ്തോത്രത്തിൻ്റെ പാട്ടാണ്. അത് ശരിയാണ്, നമുക്ക് പഠിക്കാൻ പാടുള്ള പാട്ടാണ്. നമ്മുടെ ജഡത്തിൽ നമുക്കത് പഠിക്കാൻ ഇഷ്ടമേ ഇല്ല ഈ സ്തോത്രത്തിൻ്റെ പാട്ട്. നമുക്ക് എപ്പോഴും പരാതി പറയാനോ കുറ്റം പറയാനോ, അത് അവരാണ് ഇങ്ങനെ ചെയ്തത്, ഇത് ഇവരാണ് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ വീട്ടിൽ തന്നെ ഭാര്യയെ വിരല ചൂണ്ടാൻ, ഭർത്താവിനെ വിരല ചൂണ്ടാൻ, കുഞ്ഞുങ്ങളെ വിരല ചൂണ്ടാൻ, അപ്പനമ്മമാരെ വിരല ചൂണ്ടാൻ, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ള ആ ഒരു ഇങ്ങനെ പാട്ടിന് വിപരീതമായിട്ടുള്ള ഒരു ക്ലാമർ, ഒരു കൂറ്റാരോ അല്ലെങ്കിൽ ഒരു അപശബ്ദം പുറപ്പെടുവിക്കാനാണ് നമ്മളെ ജഡത്തിന് ഇഷ്ടമുള്ള കാര്യമെന്ന്. പരിശുദ്ധാത്മ ആ സമയത്തെല്ലാം ഒരു പാട്ട് പാടാൻ നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പം അങ്ങനെയല്ല പാടേണ്ടത്, ഇങ്ങനെ പാടണം, ഇതേ നോട്ടിൽ ഇങ്ങനെ ഇതേ പിച്ചിൽ ഇങ്ങനെ പാടണമെന്ന് പരിശുദ്ധാത്മ നമുക്ക് മ്യൂസിക് ഒരു ഇങ്ങനെ എന്നിങ്ങനെ ആ പിച്ചിൽ പാടാൻ പരിശുദ്ധാത്മ നമ്മളോരോ സാഹചര്യങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുന്നവരായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മ തരുന്ന ആ ഹെവൻലി ഫ്രീക്വൻസിയിൽ, ഹെവൻലി പിച്ചിൽ സംസാരിക്കാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഒരു സ്തോത്രത്തോടു കൂടി ആയിരിക്കാൻ, അത് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ആ പാട്ട് പഠിക്കാൻ. ആ പാട്ടിൻ്റെ വരികൾ നമ്മൾ കണ്ടു. നമ്മൾ വെളിപാട് 5:12 ഈ പാട്ടിൻ്റെ വരികൾ എന്താ നമ്മൾ വായിച്ച്, അത് ആക്ഷരികമായിട്ട് അതേ വരികൾ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല, അതിൻ്റെ ആത്മാവ് എന്താണ്? വെളിപാട് 5:12 നമ്മളിപ്പം നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചു. അവർ അത്യുച്ചത്തിൽ അവിടെ സ്വർഗത്തിൽ ദൂതന്മാർ സ്തുതിക്കുന്ന പാട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ, എല്ലാത്തിനും യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, നീപാനപാത്രം എന്നൊക്കെ നമ്മളിപ്പം പാട്ട് പാടി. എല്ലാത്തിനും അവിടുന്ന് മാത്രമാണ് യോഗ്യൻ. അതാണ് ആ ഒരു പാട്ട്. കർത്താവേ, എല്ലാ കാര്യവും അവിടുന്നാണ് അനുവദിച്ചത്. അവിടുത്തെ എല്ലാ ബലവും അവിടുത്തേക്കാണ്, എല്ലാ ശക്തി അവിടുത്തേതാണ്, എല്ലാ ബഹുമാനം അവിടുത്തേക്കാണ്, എല്ലാ ജ്ഞാനവും അവിടുത്തേക്കുണ്ട്, എല്ലാ ധനവും അവിടുത്തേതാണ്. കർത്താവ്, എല്ലാ മഹത്വവും സ്തോത്രവും എല്ലാം അവിടുന്ന് മാത്രം, അതെല്ലാം ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അതാണ് വലിയൊരു പാട്ട്. അത് വേറെ ആർക്കും 144 പേർക്ക് മാത്രമേ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഈ ചില പാട്ട് മ്യൂസിക്കൽ സ്കൂളിലൊക്കെ 50 പേര് ജോയിൻ ചെയ്യും. അവസാനം ഗ്രാജുവേഷൻ്റെ സമയത്ത് 10 പേരെ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. കുറെ കഴിയുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോയി, ഇത് ഞങ്ങൾക്ക് പറ്റുന്ന പണിയല്ല, ഞങ്ങൾക്കിത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ വിശ്വാസികളെയും ദൈവം പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ നമ്മൾ വരുന്ന നാളെ മുതലേ പാട്ട് പഠിപ്പിക്കാനായി, ആത്മീയമായിട്ടുള്ള ഈ പുതിയ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ 144,000 പേർക്ക് മാത്രമേ അത് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അവർക്ക് മാത്രമേ അന്നത് പാടാൻ കഴിയത്തുള്ളൂ. അന്ന് അവരെല്ലാം പാടുമ്പോൾ നമ്മൾ സിയോൻമലയുടെ 30% കയറി 60% കയറി നമ്മൾ അന്ന് 244,000 പേര് മാത്രം പാടുന്നത് നമ്മൾ വായും പൊളിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അത് നമ്മൾ അവരുടെ കൂട്ടത്തിൽ പാടണോ എന്നുള്ളതാണ് ഇന്നത്തെ $1 million ക്വസ്റ്റ്യൻ. നമുക്ക് കർത്താവേ, ഇനി ആ പാട്ട് പഠിപ്പിക്കണേ. ഓരോ സമയത്തും ഓരോ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലും കർത്താവേ, അങ്ങയെ സ്തോത്രം ചെയ്തുകൊണ്ട് ആയിരിക്കാൻ ആരെക്കുറിച്ച് നമുക്കൊരു പരാതി കുറവ്. ശരിയാണ്, നമ്മളുടെ ചുറ്റുമുള്ളവർ, നമ്മൾ തന്നെ എത്ര കുറവുള്ളവരാണ്, നമ്മുടെ ചുറ്റുമുള്ളവരും കുറവുള്ളവരാണ്. പല സാഹചര്യങ്ങളും ചിലപ്പം നമുക്ക് ഇതുവരെ ഇങ്ങനെ ഭയങ്കര മഴയില്ലെന്നായിരുന്നു നമ്മുടെ പരാതി. ഇപ്പം മഴ കൂടിപ്പോയി എന്നാണ് നമ്മുടെ പരാതി. അപ്പം അങ്ങനെ ഉള്ള പല എന്നാ കർത്താവേ അങ്ങ് അനുവദിക്കുന്നത്. ശരിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ എല്ലാത്തിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലെല്ലാം നടക്കുന്നു എന്നുള്ള ആ ഒരു സ്വസ്ഥതയോടായിരിക്കാൻ ആ ഒരു പുതിയ പാട്ട് പഠിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച ഞങ്ങളോട് യാതൊരു സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ. അവിടുന്ന് ഞങ്ങളെ
ആ ആത്മാവിൻ്റെ പാട്ട് പഠിപ്പിക്കുവാൻ അത്രയധികം പ്രയാസപ്പെടുന്നു കർത്താവേ. എങ്കിലും കർത്താവേ, ഞങ്ങൾ പലപ്പോഴും മനസ്സാകാതെ ഞങ്ങളുടേതായ അപസ്വരങ്ങളിൽ കർത്താവേ, ജഡത്തിൻ്റെതായ അപസ്വരങ്ങളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് വരട്ടെ. അവിടുന്ന് പാടിത്തരുന്ന ആ പിച്ചിൽ തന്നെ പാടുവാൻ തക്കവണ്ണം കർത്താവേ, ഓരോ സാഹചര്യത്തിലും കർത്താവേ, ഞങ്ങൾ കർത്താവേ പല ഓഫ് പിച്ചായിട്ടുള്ള പാട്ടുകൾ പാടുമ്പോഴും വീണ്ടും അവിടുന്ന് പല അവസരങ്ങൾ തന്ന് വീണ്ടും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും കർത്താവെ ക്ഷമയോടെ കർത്താവെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദുഃഖിച്ച് കർത്താവെ പലപ്പോഴും ക്ഷമയോടെ ഞങ്ങളെ വീണ്ടും വീണ്ടും പാട്ട് പഠിപ്പിക്കാനുള്ള അവിടുത്തെ ആ ഒരു വലിയ ഉദ്യമത്തിനായിട്ട് വലിയ ദീർഘക്ഷമയ്ക്കാണ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. അത് വേഗം തന്നെ ഓരോ സമയത്തും പാട്ട് പാടുവാൻ ആ പാട്ട് പഠിക്കുവാൻ കർത്താവെ, പരാതിയുടെയും പെറുവെറുപ്പിൻ്റെയും അവസരങ്ങൾ പുറപ്പെടുവിക്കാനല്ല കർത്താവെ, ദേഷ്യത്തിൻ്റെയും പരദൂഷണത്തിൻ്റെയും അസ്വസ്ഥതയുടെയും കയ്പിൻ്റെയും കുറ്റാരവും ബാക്കി ബഹളങ്ങളും ഒക്കെ ഉള്ള ആ പാട്ട് കർത്താവെ, ആ അവസരമൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തിൽ പാടുന്ന ആ ഒരു പ്രാർത്ഥന, ആ ഒരു സ്തോത്രഗീതം പാടുവാൻ ക്രൂശിലേക്കും സ്തോത്രഗീതം പാടി അവിടുന്ന് പോയതായിട്ട് ഒരു മുലയിലോട്ട് പോയതായിട്ടൊക്കെ ഞങ്ങൾ വചനത്തിൽ കണ്ടുവല്ലോ കർത്താവ്. ക്രൂശിലേക്ക് പോകുമ്പോഴും ഒരു സ്തോത്രഗാനത്തോടെ പോകുന്ന ആ യേശുവിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റുവാൻ ഞങ്ങളെയും സഹായിക്കണം. ഞങ്ങളെയും കർത്താവെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ആ സ്വർഗത്തിൻ്റെ പിച്ചിലേക്ക് ഞങ്ങളെ അലൈൻ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ സമയത്തും അങ്ങ് ആഗ്രഹിക്കുന്ന പിച്ചിൽ പാടുവാൻ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന വണ്ണം സംസാരിക്കുവാൻ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ സംസാരിക്കുവാൻ, ഇടിമുഴക്കത്തിൻ്റെ നാദം പോലെ സംസാരിക്കുവാൻ കർത്താവെ, കൃപയോടെ സത്യത്തോടെ കർത്താവെ അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ ഞങ്ങളെയും കർത്താവെ അധികമായിട്ട് അവിടുത്തെ ജീവനാൽ നിറയ്ക്കണം. ഞങ്ങളെ വീട്ടിൽ തന്നെ ഞങ്ങൾ ആരോട് ഒക്കെ എപ്പോഴൊക്കെ സംസാരിക്കുന്നു അവിടെ എല്ലാം കർത്താവെ അവിടുത്തെ ജീവൻ്റെ നിറവിൽ സംസാരിക്കുവാൻ ആ ഒരു സ്തോത്രത്തോടെ ഞങ്ങളുടെ ശബ്ദം കർത്താവെ അവിടത്തേക്ക് ഒരു മ്യൂസിക്കൽ നോട്ടായിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ഇറ്റ് ബി എ സ്വീറ്റ് സൗണ്ട് ഇൻ യുവർ ഇയർ എന്ന് ഞങ്ങളൊരു പാട്ടിൽ പാടുന്നത് പോലെ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വർത്തമാനവും ഞങ്ങളുടെ സംസാരവും കർത്താവെ, ഞങ്ങളുടെ ഇടപെടലും എല്ലാം കർത്താവെ, ഞങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ശബ്ദങ്ങളും അവിടത്തേക്ക് ഒരു മ്യൂസിക്കൽ നോട്ടായിട്ട് സ്വർഗത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ സ്തോത്രത്തോടെ എപ്പോഴും എല്ലാത്തിനായിട്ടും എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവരാകുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങളുടെ സ്വയത്തിൽ അങ്ങേപ്പറ്റി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല കർത്താവെ. അങ്ങയിൽ വസിച്ചിട്ടില്ലാതെ ഞങ്ങൾക്ക് ഫലം കായ്ക്കാൻ സാധിക്കത്തില്ലല്ലോ. അവിടുന്ന് തന്നെ വളരെ അധികം ഫലം കായ്ക്കുവാൻ, വളരെ ഫലം കായ്ക്കുവാൻ, നിത്യതയിൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അങ്ങയിൽ വസിക്കുവാൻ അവിടുത്തെ ആത്മാവിനെ നിറയപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. അന്ന് ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അന്ന് 140,000 പേരുടെ കൂട്ടത്തിൽ കാണപ്പെടണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ഒരേ അവസരമാണല്ലോ തരുന്നത് കർത്താവെ. ഞങ്ങൾ ആരും കർത്താവെ അതിൽ കുറഞ്ഞൊന്നിൽ തൃപ്തിപ്പെട്ടു പോകാനിടയാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.